ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. വാലന്റൈൻ പ്രണയവും ഭാരത സഭയിലെ യുവാക്കളും. വാലന്റൈൻ ദിവസം കഴിഞ്ഞു പോയി എങ്കിലും അത് ഭാരതസഭയിലെ യുവാക്കളോടും ഭാരതസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവരോടും പറയുന്ന സന്ദേശം എന്ത് എന്ന് ഒന്ന് സൂചിപ്പിക്കാം എന്ന് കരുതുകയാണ്. വിശുദ്ധ വാലന്റൈൻ, റോമായിലെ വിശുദ്ധ വാലന്റൈൻ, അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഒരു പ്രധാനപ്പെട്ട സംഗതി ചിലപ്പോൾ നമ്മൾ വിട്ടുപോകാറുണ്ട് ഈ വിശുദ്ധനെക്കുറിച്ച് പറയുമ്പോൾ. റോമ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ക്ലൗഡിയസ് രണ്ടാമൻ അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. യുവാക്കൾ കല്യാണം കഴിക്കരുത്. യുവാക്കൾ കല്യാണം കഴിച്ചാൽ അവർക്ക് സൈനിക സേവനത്തിന് താല്പര്യമുണ്ടാകില്ല. യുവാക്കൾ പ്രണയിക്കരുത്, പ്രേമിക്കരുത്, സ്നേഹിക്കരുത്. അങ്ങനെ യുവാക്കന്മാർക്ക് യുവതികളിൽ ആകർഷണമുണ്ടാവുകയും സ്നേഹം തോന്നുകയും പ്രേമവും പ്രണയവും ഒക്കെ ഉണ്ടായാൽ പിന്നെ കല്യാണം കഴിക്കാൻ തോന്നും, പിന്നെ മക്കളുണ്ടാകാൻ തോന്നും, പിന്നെ കുടുംബം ഉണ്ടാകാൻ തോന്നും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ സൈനിക സേവനത്തിന് യുവാക്കൾക്ക് താല്പര്യമുണ്ടാകില്ല. അതുകൊണ്ട് യുവാക്കൾ പ്രേമിക്കാനോ പ്രണയിക്കാനോ സ്നേഹിക്കാനോ കല്യാണം കഴിക്കാനോ കുടുംബമുണ്ടാകാനോ മക്കളുണ്ടാകാനോ ഭാര്യ ഉണ്ടാകാനോ ഒന്നും പാടില്ല എന്ന് ഈ ക്ലൗഡിയസ് രണ്ടാമൻ ചക്രവർത്തി കൽപ്പന പുറപ്പെടുവിച്ചു. അദ്ദേഹത്തിന് ഈ മനുഷ്യരെന്ന് പറയുന്നത് വെറും വസ്തുക്കളാണ്. തൻ്റെ രാജ്യം വിസ്തൃതമാക്കാനും വ്യാപിക്കാനും വൈരികളെ കൊന്നൊടുക്കാനും വേണ്ടിയുള്ള വെറും ഒരു യന്ത്രം. അതായിരുന്നു ഈ റോമാ ചക്രവർത്തിക്ക്, പ്രത്യേകിച്ച് യുവാക്കൾ. എന്നാൽ റോമായിലെ വാലന്റൈൻ ഈ രാജകൽപ്പനയെ, അന്യായമായ ഈ രാജകൽപ്പനയെ ലംഘിക്കുകയും യുവാക്കളോട് പ്രണയിക്കാനും കല്യാണം കഴിക്കാനും അവരോട് ആവശ്യപ്പെടുകയും പ്രോത്സാഹിപ്പിക്കുകയും അങ്ങനെ കല്യാണം കഴിക്കാൻ തയ്യാറായി വന്നവരെയൊക്കെ രഹസ്യമായി ചക്രവർത്തി അറിയാതെ ആശീർവദിക്കുകയും ചെയ്തു. അങ്ങനെ ധാരാളം പേരെ അദ്ദേഹം ആശീർവദിച്ചു. അദ്ദേഹം ഒരു വൈദികനുമായിരുന്നു. അതായത് ഡോക്ടറായിരുന്നു, രോഗം ചികിത്സിക്കുന്ന ഡോക്ടറായിരുന്നു, പിന്നെ കത്തോലിക്ക പുരോഹിതനായിരുന്നു. അപ്പം അദ്ദേഹം ധാരാളം യുവാക്കളെ വിവാഹം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും കുടുംബമുണ്ടാകാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുന്നവരൊക്കെ ആശീർവദിക്കുകയും ചെയ്തു. പക്ഷേ നമുക്കറിയാലോ, ഇത്തരം ന്യൂസുകളെല്ലാം ചക്രവർത്തിക്ക് കിട്ടും. അങ്ങനെ ചക്രവർത്തിയുടെ മുമ്പിൽ ഈ വാർത്തയെത്തി. ക്രിസ്തുവർഷം 269 വാലന്റൈൻ, റോമയിലെ വിശുദ്ധനായ വാലന്റൈനെ ചക്രവർത്തി കൊന്നുകളഞ്ഞു. 2 നൂറ്റാണ്ട് കഴിയുന്നതിന് മുമ്പേ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഈ വാലന്റൈൻ വിശുദ്ധനായി പ്രഖ്യാപിക്കുക മാത്രമല്ല, പ്രണയം, ദാമ്പത്യം, ഭാര്യ, കുടുംബം, മക്കൾ അതെല്ലാം പ്രോത്സാഹിപ്പിക്കാനായിട്ട് വാലന്റൈൻസ് ഡേ, ആ വിശുദ്ധൻ്റെ തിരുനാൾ ദിവസം ഒരു വാലന്റൈൻസ് ഡേ എന്ന മട്ടിൽ തന്നെ കത്തോലിക്ക സഭ അത് പ്രചരിപ്പിച്ചു. 18ാം നൂറ്റാണ്ടിൽ തൊട്ടാണ് ഇതിൻ്റെ കെട്ടുമട്ടൊക്കെ മാറി വാലന്റൈൻസ് ഡേയുടെ. ഇപ്പം 21ാം നൂറ്റാണ്ടിൽ അത് വെറുതെ ഒരു കച്ചവടം, അതായത് പ്രണയ സംബന്ധമായ കുറേ വ്യാപാരം നടക്കുന്ന ഒരു ദിവസമാണ് കൂടുതലും സംഭവിക്കുന്നത്. ഈ പ്രണയത്തിൻ്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രാധാന്യമോ കുടുംബത്തിൻ്റെ പ്രാധാന്യമോ വിവാഹം കഴിക്കാനുള്ള ആവശ്യകതയോ അതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഈ വിവാഹം അതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാം. ഇനി വിവാഹം കഴിക്കണമെന്ന് തന്നെ ഇല്ല. വിവാഹം കഴിച്ചാലും മക്കൾ വേണമെന്നില്ല. ഇനി മക്കളുണ്ടായാലും അത് ഏറ്റവും മിനിമം മതി എന്നെല്ലാം ചിന്തിക്കുന്ന ധാരാളം പേര് ലോകത്തുണ്ട്. അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഭാരതത്തിലെ ക്രൈസ്തവർ. ലോകത്തുള്ള പല ക്രൈസ്തവർക്കും അങ്ങനെ ആ പ്രശ്നമുണ്ട്. അതേ സ്വാധീനം ഭാരതത്തിലെ ക്രൈസ്തവർക്കുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സംഗതിയാണ്, എണ്ണമല്ല ഗുണമാണ് പ്രധാനപ്പെട്ടത്. എണ്ണമല്ല ഗുണമാണ് പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും ഗുണമേന്മ വേണം, പക്ഷെ എണ്ണവും പ്രധാനപ്പെട്ടതല്ലേ? ഇപ്പോൾ നമ്മൾ ഭാരതത്തിൽ ക്രൈസ്തവർ ഇത്രമാത്രം ചവിട്ടി മെതിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മൾ എണ്ണത്തിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്.
ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് പാർലമെന്ററി ജനാധിപത്യം. ഈ വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ വേണ്ടേ, എണ്ണം വേണ്ടേ? അപ്പോൾ ആളുകളും, അതായത് എണ്ണവും പ്രധാനപ്പെട്ടതാണ്. പണ്ട് ഇരിങ്ങാലക്കുട രൂപതയിൽ ഒരു സെമിനാർ നടക്കുന്ന സമയത്ത് അന്ന് വളരെ പ്രസിദ്ധനായ ഒരു വാഗ്മിയെ കൊണ്ടുവന്നു. അച്ഛന്മാർക്കുള്ള സെമിനാർ നടക്കുക. അപ്പം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, കത്തോലിക്ക സഭയെ ആകമാനം കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇരിങ്ങാലക്കുട രൂപയിലെ വൈദികർ, ഞാനടക്കം കേൾക്കുന്നവർ, നിങ്ങൾ സാംഘികം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളി. സാംഘികം, ആ വാക്ക് തന്നെ എല്ലാ അച്ഛന്മാർക്കും മനസ്സിലായില്ല എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന്. വാക്കിനർത്ഥം അറിയാം. അപ്പം ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിയുമ്പോൾ ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം വന്നു. അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു: സാറ് ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട്, കേരളത്തിലെ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. താങ്കൾ ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകളെ കൂട്ടാറുണ്ടോ? ആളുകൾ കൂടുതൽ വരാനായിട്ട് അദ്ദേഹം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജില്ലകളിൽ പോയിട്ട് പ്രസംഗിച്ച് ഈ പ്രസ്ഥാനം വളർത്താൻ വേണ്ടി ആളുകൾ എണ്ണം കൂട്ടുന്നതാണ്. അപ്പോൾ താങ്കൾക്കൊരു സാംഘിക താല്പര്യമുണ്ടോ? താങ്കൾ ഈ എല്ലാ ജില്ലയിലും പോയിട്ട് ഈ പ്രസ്ഥാനത്തിൽ ആളുകളെ കൂട്ടുന്നു. എന്തുകൊണ്ടാണ്? ഈ പ്രസ്ഥാനത്തിലൂടെ കേരളത്തിന് ഒരു പുരോഗതി ഉണ്ടാകുമെന്നോ വളർച്ച ഉണ്ടാകുമെന്നോ ഒരു സാംസ്കാരിക ഉന്നമനം ഉണ്ടാകുമെന്നോ വിചാരിച്ചിട്ടല്ലേ? അതുകൊണ്ടല്ലേ ഈ സംഖ്യ കൂട്ടാൻ, നിങ്ങളുടെ ആളുകളുടെ എണ്ണം, അതായത് അംഗങ്ങളുടെ എണ്ണം കൂട്ടാൻ, അതാണ് സംഖ്യ കൂട്ടാൻ ശ്രമിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തുവിലാണ് രക്ഷ എന്നാണ്. യേശുക്രിസ്തുവിലല്ലാതെ മറ്റാരിലും രക്ഷയില്ല എന്നാണ്. അതെല്ലാവരെയും അറിയിക്കുകയും ആ വിശ്വസിക്കുന്ന ആളുകളെ ഞങ്ങൾ സ്വീകരിക്കും ചെയ്യാം. ഇതല്ലാണ്ട് വേറെ വല്ല സാംഘികം ഞങ്ങൾ ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ആരെങ്കിലും അങ്ങനെ നിർബന്ധിച്ച് ഈ പ്രസ്ഥാനത്തിൽ കൊണ്ടുവരുന്നുണ്ടോ? ഇല്ല. ഞങ്ങൾ പറയുന്നത് യേശുവിലാണ് രക്ഷ. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. നിങ്ങളുടെ സംഘടനയാണ് ഈ കേരളത്തിന് ഗുണം ചെയ്യുക എന്ന് താങ്കൾ വിശ്വസിക്കുന്നത് പോലെ അതിനേക്കാൾ വളരെ ഉന്നതമായൊരു വിശ്വാസമാണ് ഞങ്ങളുടേത്. അപ്പോൾ ആ വിശ്വാസം സ്വീകരിക്കാനായിട്ട് ആളുകളോട് പറയുന്നത് അത് സാംഘികമായ താല്പര്യം മാത്രമാണോ, അതോ അതിനേക്കാൾ ഉയർന്നൊരു ലക്ഷ്യമുണ്ടോ? അദ്ദേഹത്തിന് പിന്നെ മറുപടി ഉണ്ടായിരുന്നില്ല. ഈ ക്ലാസ്സെല്ലാം കഴിഞ്ഞപ്പം അച്ഛന്മാരെല്ലാവരും എൻ്റെ ചുറ്റും കൂടി. നീ അത് ചോദിച്ച് വളരെ നന്നായി. കാരണം ഞങ്ങൾക്ക് പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്, വാക്കിനർത്ഥയ്ക്ക് ഞങ്ങൾക്ക് മനസ്സിലായി, പക്ഷെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് പറഞ്ഞ അച്ഛന്മാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, എണ്ണവും പ്രധാനപ്പെട്ടതാണ്, സാംഘികം പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എണ്ണം വേണ്ട, ഗുണം മാത്രം മതി എന്ന് നമ്മൾ കേൾക്കാൻ പാടില്ല. നമ്മൾ ഈ പലപ്പോഴും ഒരു ഏകപക്ഷീയമായിട്ട് പോകും. ഇപ്പം നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രചരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മത്സ്യം മാംസാദികൾ വർജിക്കുന്നത് അല്ല പ്രധാനപ്പെട്ടത്, സ്നേഹത്തിലും രമ്യതയിലും ജീവിക്കുന്നതാണ്. സ്നേഹത്തിലും രമ്യതയിലും ജീവിക്കുന്നതാണ് പരമപ്രാധാന്യം. പക്ഷെ മത്സ്യമാംസാദികൾ വർജിക്കുന്നതും പ്രധാനപ്പെട്ടതല്ലേ? ഉപവാസം വേണ്ടേ? യേശുക്രിസ്തു 40 ദിവസം ഉപവസിച്ചില്ലേ? 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചില്ലേ? ഉപവസിക്കണമെന്ന് പറഞ്ഞില്ലേ? ഉപവസിക്കുമ്പോൾ കുളിച്ച് എണ്ണ തേച്ച് ഉപവസിക്കാന്ന് കാണാത്ത തരത്തിൽ ചെയ്യാൻ കർത്താവ് പറഞ്ഞിട്ടില്ലേ? മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന ദിവസം വരുമ്പോൾ അവരും ഉപവസിക്കുന്നു പറഞ്ഞിട്ടില്ലേ? അപ്പോൾ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കുന്നതും പ്രധാനപ്പെട്ടതാണ്. അത് ചെയ്തിട്ടും അനീതിയും അധർമ്മവും പിണക്കുമായിട്ട് നടക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം ഒന്നിനെ ബലപ്പെടുത്താൻ വേണ്ടി മറ്റതിനെ നിരാകരിക്കുന്ന രീതി പാടില്ല. ആര് പറഞ്ഞാലും പാടില്ലെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. എണ്ണവും വേണം, ഗുണവും വേണം. എണ്ണവും വേണം, ഗുണവും വേണം. ഈ എണ്ണം വേണം എന്നുള്ള കാര്യത്തിൽ നടപടികൾ എടുക്കണം. അതായത് അൽമായര് നടപടികൾ എടുക്കണം. അൽമായരെ പ്രോത്സാഹിപ്പിക്കാനും നടപടിക്ക് വരുത്താനും സഭാ നേതൃത്വം ഈ ഇങ്ങനെ പ്രസംഗിക്കുക മാത്രമല്ല, നടപടികൾ തന്നെ ഉണ്ടാകണം. നടപടികൾ പ്രസംഗിക്കണമെന്നില്ല, നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അത് കുറേ കൂടി വിപുലമാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എന്തിനാണ് ഇത് പറയുന്നത് വെച്ചാൽ, എൻ്റെ വേദി ഇതാണ്. എൻ്റെ ഒരു വേദി സുവിശേഷ പ്രഘോഷണമാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് വരികയാണെങ്കിൽ അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. അത് അപ്പോഴാണ് വേണ്ടത്. ഇപ്പോൾ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് പൗലോസ് ലീഗാട്ട് പറഞ്ഞ പോലെ സുവിശേഷം പ്രസംഗിക്കാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ഞാൻ ചെയ്യുന്നു. ഈ മുൻപ് എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ കൃത്യം നടപടികൾ എടുത്തിട്ടുണ്ട്. അത് എന്നെ അറിയുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ഞാൻ എന്തുമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റുമായി സഹകരിച്ചും പഞ്ചായത്തുമായി സഹകരിച്ചും അതുപോലെ ജില്ലാ കളക്ടർമാരുമായി സഹകരിച്ചും അങ്ങനെ MP-മാരും MLA-മാരുമായി സഹകരിച്ചും എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോൾ എന്ന് എന്നെ അറിയുന്നവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം അതിൻ്റെ വിശദാംശങ്ങൾ പറയേണ്ട വേദിയല്ല ഇത്.
ഈ പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഗുണം, എണ്ണം മാത്രം പോരാ, ഗുണം വേണമെന്ന് പറഞ്ഞല്ലോ. ഈ ഗുണത്തെക്കുറിച്ച് പറയാൻ ഞാനൊന്ന് ആഗ്രഹിക്കുകയാണ്. ഞാൻ എണ്ണം വേണമെന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഈ ഗുണത്തിലേക്ക് വന്നെന്ന കാര്യം മറക്കരുത്. എണ്ണം വേണം, എണ്ണത്തിന് ഗുണവും വേണം, സംഖ്യകൾ വേണം. അതായത് നമുക്ക് ആവശ്യത്തിന് ആളുകൾ വേണം, ഗുണമേന്മയുള്ള ആളുകൾ വേണം. ഗുണമേന്മയുള്ള ആളുകൾ ഉണ്ടാകാൻ ഞാനൊരു സന്ദേശം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ സ്നേഹത്തിന് 4 വാക്കുകളാണ് ഗ്രീക്ക് ഭാഷയിലുള്ളത്. ഇതേക്കുറിച്ച് ഒരു പുസ്തകം തന്നെ ഞാൻ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ, സ്നേഹത്തിൻ്റെ 4 നീർച്ചാലുകൾ, 4 സ്ട്രീംസ് ഓഫ് ലവ്. അത് വലിയൊരു പുസ്തകമാണ്. അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതിന് ജർമ്മൻ ഭാഷയിലും പോളിഷ് ഭാഷയിലും തർജ്ജമ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്നെപ്പോലെ അത്ര ഇംഗ്ലീഷ് കേമമായിട്ട് പറയാത്ത, ഉച്ചരിക്കും കൃത്യമായിട്ട് അറിയില്ല, ഇന്ത്യൻ ആക്സെൻറ്റിലും ഇന്ത്യൻ തരത്തിലും പറയുന്ന ഒരാളുടെ പുസ്തകം ജർമ്മൻ ഭാഷയിലേക്കും പോളിഷ് ഭാഷയിലേക്കും അത് പല എഡിഷൻസായി അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ പുസ്തകത്തിന് ഒരു ഗുണമേന്മ ഉണ്ടല്ലോ. അതിൽ പറഞ്ഞിരിക്കുന്ന അപൂർവം ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വലിയൊരു പുസ്തകമാണ് അത്, 500ഓളം പേജുള്ള പുസ്തകമാണ്. ഇംഗ്ലീഷിൽ അത് അവൈലബിൾ ആണ്. പരിഷ്കരിച്ച പതിപ്പല്ല, ഫസ്റ്റ് പതിപ്പ് ഇംഗ്ലീഷിൽ അവൈലബിൾ ആണ്. ഈ സ്റ്റോർഗെ എന്നൊരു വാക്കാണ് ഒന്നാമത്തേത്. മാതാപിതാക്കളും അല്ലേ കൂടപ്പിറപ്പുകൾ തമ്മിലുള്ള സ്നേഹം, മാതാപിതാക്കളും മക്കൾക്കുള്ള സ്നേഹം, മാതാപിതാക്കളും മക്കളോടുള്ള സ്നേഹം, മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹം, അതിനാണ് സ്റ്റോർഗെ. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം എന്നാണ്. കൂടപ്പിറപ്പുകളുടെ സ്നേഹമെന്ന് പറയാം. ഈ കൂടപ്പിറപ്പുകളുടെ സ്നേഹത്തിനും ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കാണുന്ന ആദ്യത്തെ കൂടപ്പിറപ്പുകൾ എവിടെയാണ്? കായേൻ ആബേൽ. നമുക്കറിയാവുന്ന ഏറ്റവും ആദ്യത്തെ സഹോദരന്മാർ, ബ്ലഡ് ബ്രദേഴ്സ്, അവരാണ് രക്തബന്ധുക്കൾ. കൂടപ്പിറപ്പെന്ന് പറയില്ലേ, ഒടപ്പിറന്നോളെന്ന് പറയില്ലേ, അത് ഒടപ്പിറന്നവൾ, അങ്ങനെയുള്ളവരാണ് കായേനും ആബേലും. പക്ഷെ എന്തുണ്ടായി? കായേൻ ആബേലിനെ കൊന്നു, സഹോദരനെ കൊന്നു. അപ്പം ഈ കൂടപ്പിറപ്പ്, ഒടപ്പിറന്നോൾ അല്ല ആ വാക്ക് ഉപയോഗിക്കണേ, കൂടപ്പിറപ്പ്, ഇതെവിടെയാണ്? അപ്പോൾ എവിടെയാണ് തെറ്റ് പറ്റിയത്? നമ്മൾ പറയില്ലേ, നീയും ഞാനും ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ആദ്യത്തെ സഹോദരനെ കൊന്നു? അതായത് ഈ സ്നേഹം, അതായത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹവും മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹവും ഈ സഹോദരന്മാർ തമ്മിലുള്ള പരസ്പര സ്നേഹവും ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ സ്നേഹം തിന്മയായിട്ട് മാറും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള സ്നേഹവും മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹവും സഹോദരന്മാർ തമ്മിലുള്ള സ്നേഹവും ദൈവസ്നേഹത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ആ സ്നേഹം തന്നെ തിന്മയായിട്ട്, പാപമായിട്ട് രൂപാന്തരപ്പെടും. അതിന് ഏറ്റവും വലിയ തെളിവാണ് കായേൻ ആബേൽ കഥ. രണ്ടാമത്തെ ഒരു സ്നേഹം ഫീലിയ. ഈ ബന്ധുക്കൾ തമ്മിലും പിന്നെ സ്നേഹിതന്മാർ തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹത്തിനെയാണ് ഫീലിയ എന്ന വാക്ക് ഉപയോഗിക്കുക. നമുക്കറിയാം, നമ്മുടെ അടുത്ത പല സ്നേഹിതന്മാരും നമ്മൾ ഒറ്റിക്കൊടുത്തിട്ടുണ്ട്. നമ്മിൽ നിന്ന് സഹായം വാങ്ങിച്ചിട്ട് നമുക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. നീയും ബ്രൂട്ടസേ എന്ന് ജൂലിയസ് സീസർ ചോദിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒറ്റിക്കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സ്നേഹമാണ് ഈ ഫീലിയ എന്ന് പറയുന്നത്. നമ്മുടെ എത്രയോ സുഹൃത്തുക്കൾ നമ്മൾ ഒറ്റിക്കൊടുത്ത കഥകൾ നമ്മൾ കേൾക്കുന്നു. നമ്മൾ ഒരുപാട് സിനിമകളിൽ നമുക്ക് കണ്ടിട്ടുണ്ട്. അത് സിനിമകളൊക്കെ ഈ സമൂഹത്തിലെ ഒരു പരിച്ഛേദമാണല്ലോ. ചുരുക്കത്തിൽ ഈ സ്നേഹവും സുഹൃത്തുക്കൾ തമ്മിലുള്ള സ്നേഹവും ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് തിന്മയായിട്ട് രൂപാന്തരപ്പെടാം. മൂന്നാമത്തെ ഒരു സ്നേഹമാണ് ഈറോസ്. ഇപ്പോൾ ഈ വാക്ക് നമുക്ക് പറയുമ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഈറോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കിൽ നിന്ന് വരുന്നതാണ് ഇറോട്ടിക് എന്ന് പറഞ്ഞാൽ ഇന്ന് നെഗറ്റീവ് അർത്ഥമാണ്. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല പണ്ട്. അതായത് എൻ്റെ ഒറിജിനൽ ഭാഷയിൽ അങ്ങനെ ആയിരുന്നില്ല. ഒറിജിനൽ ഭാഷയിൽ ഇറോട്ടിക് എന്ന് പറഞ്ഞാൽ അതിനെ അസെൻഡിങ് ലവ് എന്നാണ് ഒരു അർത്ഥം. അതായത് എന്താ ഒരു ഉത്തരം പറയുക, ഒരു ചെറുക്കൻ്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ പെൺകുട്ടിക്ക് ഒരു ശൂന്യത അനുഭവപ്പെടുക, താൻ പൂർണ്ണതയുള്ളവളല്ല എന്ന തോന്നലുണ്ടാകുക. തോന്നൽ മാത്രമല്ല, അതങ്ങനെയാണ്. അതുപോലെ ഒരു പെൺകുട്ടിയുടെ സാന്നിധ്യമില്ലെങ്കിൽ ചെറുക്കന് തോന്നുകയാണ് ഞാൻ പൂർണ്ണത പ്രാപിച്ചിട്ടില്ല. അപ്പോൾ ഒരു ചെറുക്കന് പെൺകുട്ടിയിലേക്കുള്ള ആ കയറ്റം, ആ സ്നേഹത്തിൻ്റെ കയറ്റം, അതിനെയാണ് ഈറോസ് എന്ന് പറയുക. ഒരു ചെറുക്കനിലേക്ക് പെൺകുട്ടിയുടെ സ്നേഹം കയറുന്നു, അതാണ് ഈ അസെൻഡിങ് ലവ് എന്നാണ് അതിനെ പറയുക. നമുക്ക് കുറച്ചുകൂടി ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ റൊമാൻറ്റിക് ലവ് എന്ന് പറയാം. റൊമാൻറ്റിക് സ്നേഹം അത് അന്ന് ഉപയോഗിച്ചിരുന്നത് ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിനാണ്. ഇപ്പോൾ സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം പോലെയോ അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള സ്നേഹം പോലെയോ അല്ലല്ലോ ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം. ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിൽ ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ട്.
ആ സ്നേഹത്തിലേക്ക് മറ്റാർക്കും കടക്കാൻ കഴിയില്ല. അവിടെ ആ ഭാര്യയും ഭർത്താവും മാത്രമാണ്. അപ്പോൾ ഭാര്യ ഭർത്താവിലേക്കും ഭർത്താവ് ഭാര്യയിലേക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവേശിക്കുന്ന സ്നേഹത്തിനെയാണ് ഈ ഇറോട്ടിക് സ്നേഹം അല്ലെങ്കിൽ ദാമ്പത്യ സ്നേഹം, റൊമാൻറ്റിക് ലവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൗലികമായ അർത്ഥത്തിൽ അതാണ്. നമുക്കറിയാം ഈ സ്നേഹവും ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ അത് വിവാഹമോചനത്തിലും കൊലപാതകത്തിലുമാണ് കലാശിക്കുന്നത്. ദാമ്പത്യ സ്നേഹം, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹം, അതായത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം ദൈവസ്നേഹത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒന്നുകിൽ വിവാഹമോചനത്തിലോ അല്ലെങ്കിൽ കലഹത്തിലോ അല്ലെങ്കിൽ കൊലപാതകത്തിലോ അവസാനിക്കും. അപ്പോൾ ആ സ്നേഹത്തിനും ഒരു പ്രശ്നമുണ്ട്. അപ്പോഴാണ് നമുക്ക് 4ാമത്തെ വാക്കിലേക്ക് നമ്മൾ പോകുന്നത്. അഗാപ്പെ. അഗാപ്പെ ഉടമ്പടി സ്നേഹം അല്ലെങ്കിൽ സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്നേഹം എന്നൊക്കെയാണ് അതിനർത്ഥം. സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 13:1 അതിൻ്റെ ഏറ്റവും മനോഹരമായ വ്യാഖ്യാനം കിടപ്പുണ്ട്. അവൻ തനിക്ക് സ്വന്തമായുള്ളവരെ അറിഞ്ഞു, അവൻ അവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ടേലോസ് എന്ന ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്, അവസാനം വരെ. ശരിക്കും അങ്ങനെ തർജ്ജമ ചെയ്താൽ പോരാ, സ്നേഹത്തിൻ്റെ അറ്റം വരെ എന്ന് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. അതിനേക്കാളും നല്ലൊരു വ്യാഖ്യാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സ്നേഹിക്കുന്നവരെ, സ്വന്തമായി സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന സ്നേഹത്തിനാണ് ഈ ടേലോസ് എന്ന് പറയുക. അതേ വാക്കിൻ്റെ തന്നെ ക്രിയാരൂപമാണ് കുരിശിൽ വെച്ച് യേശു പറയുന്നത്, എല്ലാം നിവൃത്തിയായി, എല്ലാം നിവൃത്തിയായി. എല്ലാം നിവൃത്തിയായി എന്ന ആ തർജ്ജമ അതിന് പകരം ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നും തർജ്ജമയാകാം. ഇറ്റ്സ് കോൺസുമേറ്റഡ്. അങ്ങനെയാണ് ദൂവെ റെയിംസിൻ്റെ തർജ്ജമയിൽ കിടക്കുന്നത്. ഇറ്റ് ഈസ് കോൺസുമേറ്റഡ് എന്നാണ്. അതായത് സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ലൈംഗിക ബന്ധം ഉണ്ടായാൽ അതിനാണ് ഇറ്റ് ഈസ് കോൺസുമേറ്റഡ് എന്ന വാക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ആ വാക്കാണ് യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞത്, ഇറ്റ് ഈസ് കോൺസുമേറ്റഡ്. നമ്മളത് എല്ലാം നിവൃത്തിയായി, എല്ലാം പൂർത്തിയായി എന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്യാറുണ്ട്. പക്ഷെ ഇങ്ങനെയും തർജ്ജമ ചെയ്യാം. അതായത് സ്വർഗവും ഭൂമിയും തമ്മിൽ കുരിശിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. സ്വർഗവും ഭൂമിയും തമ്മിൽ കുരിശിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ആ പുസ്തകം ഇംഗ്ലീഷ് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ പുസ്തകത്തിനകത്ത് വായിക്കാം. ഇറ്റ് ഈസ് കോൺസുമേറ്റഡ് എന്ന പുസ്തകത്തിനകത്ത് വായിക്കാം. അതിൻ്റെ ഇംഗ്ലീഷ് വെർഷൻ 4 സ്ട്രീംസ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ 4 നീർച്ചാലുകൾ. ഈ അഗാപ്പെ എന്നുള്ളത് ഗ്രീക്ക് വാക്കാണ്. നമുക്കതിൻ്റെ ഹീബ്രു വാക്ക് നോക്കുക. ഹീബ്രു വാക്ക് നോക്കുന്നതിനൊരു കാരണമുണ്ട്. എന്താണ്? ഹീബ്രു ഭാഷ ലോകത്തെ ഏറ്റവും പ്രാചീനമായ ഭാഷകളിൽ ഒന്നാണ്. ഏറ്റവും പ്രാചീനം. ഈ ന്യായപ്രമാണം, മോശയുടെ ന്യായപ്രമാണം, പഴയ നിയമം എഴുതപ്പെട്ടത്, പഴയ നിയമം ന്യായപ്രമാണം മാത്രമല്ല പ്രവാചകന്മാരൊക്കെ എഴുതപ്പെട്ടത്, നമുക്ക് ന്യായപ്രമാണം എടുക്കുക. മോശയുടെ ന്യായപ്രമാണം എഴുതപ്പെട്ടത് ഹീബ്രു ഭാഷയിലാണ്. ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച കഥയെല്ലാം വർണ്ണിച്ചിരിക്കുന്നത് ഹീബ്രു ഭാഷയിലാണ്. ഈ ഹീബ്രു ഭാഷയ്ക്ക് ഒരു സവിശേഷതയുണ്ട്. അതിലത്തെ ഓരോ കോൺസനൻ്റ്, ഓരോ അക്ഷരത്തിനും പണ്ട് കാലത്ത് അതിന് വവൽസ് ഇല്ല, സ്വരാക്ഷരങ്ങളില്ല, വവൽസേ ഉള്ളൂ. ഓരോ കോൺസനൻ്റ് ഈ വവൽസ് ഇല്ല, സ്വരാക്ഷരങ്ങളില്ല, കോൺസനൻ്റ് വ്യഞ്ജന അക്ഷരങ്ങളേ ഉള്ളൂ. ഈ വ്യഞ്ജനാക്ഷരങ്ങളിൽ ഓരോന്നിനും ഓരോ ധ്വനിയുണ്ട്. അപ്പം വാക്കിൻ്റെ അർത്ഥത്തിന് മുമ്പ് തന്നെ അക്ഷരങ്ങൾക്ക് ധ്വനിയുണ്ട്. അതുകൊണ്ടാണ് ഈ നമ്മൾ എറ്റിമോളജി, ഒരു വാക്കിൻ്റെ ഉത്ഭവം, ഇത് ഇങ്ങനെയാണ് വാക്ക്, ഇതിൻ്റെ ക്രിയ എങ്ങനെയാണെന്നൊക്കെ ഞാൻ എൻ്റെ പുസ്തകങ്ങൾ എഴുതുന്നതിന് കാരണം ആ വ്യഞ്ജനാക്ഷരങ്ങൾക്കെല്ലാം ധ്വനിയുണ്ട്. ഓരോ അക്ഷരത്തിനും ധ്വനിയുണ്ട്. ആ ധ്വനി മനസ്സിലാക്കിയാലാണ് വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. അങ്ങനെ വാക്യങ്ങളുടെയും വാചകങ്ങളുടെയും വചനങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കുക. അപ്പം ഞാൻ ഈ ഹീബ്രു ഭാഷ, അത് വിശുദ്ധ ഭാഷ, ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഭാഷ, ബൈബിള് പഴയ നിയമം എഴുതപ്പെട്ട ഭാഷ, അങ്ങനെയുള്ള വിശുദ്ധ ഭാഷയിൽ സ്നേഹം എന്നതിന് ഈ അർത്ഥത്തിൽ അഗാപ്പെ എന്ന സ്നേഹത്തിനുള്ള വാക്ക്, അഗാപ്പെ എന്ന വാക്കിനോട് ഒരു സ്വരം ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ അതിനോട് ഏതാണ്ട് ചേർന്ന് പോകുന്നൊരു വാക്കാണ് അഹവ. അഹവ, അഹവ. അങ്ങനെയാണ് അതിൻ്റെ ഈ വാക്ക്, ഹീബ്രുള്ള വാക്ക് അഹവ എന്നാണ്. അഹവ. ഈ അതിൻ്റെ ആദ്യത്തെ അക്ഷരം ആലെഫ്, രണ്ടാമത്തത് ഹേയ്, ഹേയ്, മൂന്നാമത്തത് ബേത്ത്, ബേത്ത് നമ്മൾ പറയും വേത്ത് എന്നാണ് ഉച്ചരിക്കുക, വേത്ത്. അഹവ, അഹവ. അപ്പം അതിൻ്റെ ഈ ആലഫ്, ഹേയ്, വേത്ത് അല്ലെങ്കിൽ ബേത്ത്, ഈ 3 അക്ഷരങ്ങൾ ചേർന്നിട്ടാണ് ഈ അഹവ, സ്നേഹം, അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹം അതുണ്ടാകുന്നത്. അതിൻ്റെ ക്രിയ എന്ന് പറയുന്നത് ഹാവ് എന്നാണ്. ഹാവ്. ഈ ഹേയ് എന്നുള്ള അക്ഷരവും പിന്നെ വേത്ത്, ആ അക്ഷരം ചേർന്ന് ഹാവ് എന്നാണ് അതിൻ്റെ റൂട്ട്,
ക്രിയാധാതു. ഹാവ് എന്ന വാക്കിന് ഹീബ്രുവിൽ എന്താണ് അർത്ഥം? കൊടുക്കുക എന്നാണ്. കൊടുക്കുക. അപ്പം സ്നേഹത്തിൻ്റെ അടിസ്ഥാന നിർവചനം ഇവിടെ കിട്ടുകയാണ്. എന്താണ്? കൊടുക്കുക. ബേസിക്കായിട്ട് കൊടുക്കുന്നതാണ് സ്നേഹം. കൊടുക്കുന്നതാണ് സ്നേഹം. കിട്ടുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് സ്നേഹം. കിട്ടലുമുണ്ട്, നമുക്കതിലേക്ക് വരാം. ഈ ബെനഡിക്ട് മാർപ്പാപ്പ ഞാൻ കണ്ട സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല നിർവചനം ബെനഡിക്ട് 16 മാർപ്പാപ്പ നൽകുന്നതാണ്. ലവ് ഈസ് എൻ എക്സോഡസ്. ലവ് ഈസ് എൻ എക്സോഡസ്. സ്നേഹം ഒരു പുറപ്പാടാണ്. പുറത്തേക്ക് പോകുക, പുറപ്പാട്. ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോകുക. സ്നേഹം ഒരു പുറപ്പാടാണ്. ഞാനൊരു ഇച്ചിരി കൂടി അതിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ബെനഡിക്ട് മാർപ്പാപ്പ നൽകുന്ന ആ നിർവചനത്തിലേക്ക് ഞാൻ എൻ്റേതായ ഒരു വാക്കുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. എൻ്റെ പുസ്തകങ്ങളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ലവ് ഈസ് എ പെയിൻഫുൾ എക്സോഡസ്. നൊമ്പരപ്പെട്ടുകൊണ്ടുള്ള പുറപ്പാടാണ് സ്നേഹം. എന്തുകൊണ്ട് നൊമ്പരം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിലൊരു സഹനമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെ, തൻ്റെ കുരിശുമരണത്തെ ഒരു സ്ത്രീയുടെ പ്രസവത്തോടാണ് ഉപമിച്ചത്. യോഹന്നാൻ 16:21. അതായത് സ്ത്രീയുടെ ഗർഭത്തിൽ കുഞ്ഞുണ്ട്, കുഞ്ഞിനെ പ്രസവിക്കണം. പക്ഷെ വേദനയോടെയാണെങ്കിലും ഒരു കുഞ്ഞിൻ്റെ പ്രസവത്തിൽ എന്തുമാത്രം ആനന്ദമുണ്ട് ഒരു പെണ്ണിന്. വലിയ ആനന്ദമുണ്ട്. അല്ലെങ്കിൽ ഇത്ര വലിയ വേദന സഹിച്ചിട്ട് ആരാണ് പ്രസവിക്കുക? അപ്പോൾ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വേദനകളൊന്നാണത്. പക്ഷെ ആ പ്രസവ വേദനയോട് കൂടിയാണ് ഈ കുഞ്ഞ് പുറത്തേക്ക് പോകുന്നത്. ആ പ്രസവ വേദന കർത്താവ് പറയാണ്, അത് അത്ര വലിയ വേദനയാണെങ്കിലും പ്രസവ വേദന, ഈറ്റുനോവ്, പക്ഷെ അവൾ പിന്നീട് അത് ഓർക്കണേ രണ്ടാമത് ഗർഭം ധരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഒരു പുതിയ ജീവനുണ്ട്. ഒരു പുതിയ ജീവനെ ജനിപ്പിക്കുന്നത് ഈ വേദനയാണ്. അതിനാൽ ആ വേദന ആനന്ദമുള്ള സന്തോഷം നൽകുന്ന വേദനയാണ്. അപ്പം ഞാൻ സ്നേഹത്തിൻ്റെ നിർവചനത്തെ ഒന്നുകൂടി വ്യക്തമാക്കട്ടെ. ലവ് ഈസ് എൻ എക്സോഡസ്, എ പെയിൻഫുൾ എക്സോഡസ്. ദോ പെയിൻഫുൾ, ഇറ്റ് ഈസ് ജോയ്ഫുൾ ബിക്കോസ് ലവ് ക്രിയേറ്റ്സ് ലൈഫ്. സ്നേഹം പുറപ്പാടാണ്, നൊമ്പരപ്പെട്ടുകൊണ്ടുള്ള പുറപ്പാടാണെങ്കിലും അത് ആനന്ദദായകമാണ്. കാരണം സ്നേഹം ജീവനെ സൃഷ്ടിക്കുന്നു. അപ്പോൾ കൊടുക്കുന്നതാണ്. ഹാവ്, അതാണ് വാക്ക്. കൊടുക്കുന്നതിലാണ് ബേസിക്കായിട്ട് സ്നേഹത്തിൻ്റെ നിർവചനം ഇരിക്കുന്നത്. കൊടുക്കുന്നതിലാണ്. അതായത് മറ്റുള്ളവർക്ക് വേണ്ടത് കൊടുക്കുക, വേണ്ടാത്തത് കൊടുക്കരുത്. വേണ്ടാത്തത് കൊടുക്കരുത്. ഭാര്യ ഭർത്താവിന് വേണ്ടത് കൊടുക്കണം, വേണ്ടാത്തത് കൊടുക്കരുത്. ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടത് കൊടുക്കണം, വേണ്ടാത്തത് കൊടുക്കരുത്. അപ്പം എന്താണ് ഈ വേണ്ടത്? അതിന് സ്നേഹത്തിൻ്റെ പഞ്ചഭാഷ എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. സ്നേഹത്തിൻ്റെ പഞ്ചഭാഷ, ദ 5 ലവ് ലാംഗ്വേജ്. സ്നേഹത്തിൻ്റെ പഞ്ചഭാഷ. 5 കാര്യങ്ങളാണ് പൊതുവായിട്ട് കൊടുക്കേണ്ടത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട്. ഒന്ന്, വിശ്വസ്തതയുടെ സ്ഥിരീകരണം. ഭാര്യയും ഭർത്താവും നമ്മൾ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയണേ. അപ്പോൾ ഈ വിശ്വസ്തത, അതിപ്പം ഭാര്യ ഭർത്താവ് നമ്മൾ സ്നേഹത്തിൽ മാത്രമല്ല, ദൈവസ്നേഹത്തിലാണെങ്കിലും സഹോദരങ്ങളുടെ സ്നേഹത്തിലാണെങ്കിലും മാതാപിതാക്കളുടെ സ്നേഹത്തിലാണെങ്കിലും വിശ്വസ്തത, നമ്മൾ വിശ്വാസം എന്നും പറയും ചിലപ്പോൾ. വിശ്വസ്തത, ഫിഡിലിറ്റി, ബന്ധത്തിലെ വിശ്വസ്തതയാണ്. അത് സ്ഥിരീകരിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം കൊടുക്കേണ്ടത്. അതായത് ഭാര്യയും ഭർത്താവുമാണെങ്കിൽ അവരുടെ ആ സ്നേഹത്തിലേക്ക് മറ്റൊരു ആൾ കടന്നു വരാൻ പാടില്ല. അത് ആ വിശ്വസ്തതയുടെ ലംഘനമാണ്. 99% വിവാഹമോചനങ്ങൾക്കും കാരണം വിശ്വസ്തതയുടെ ഭഞ്ജനമാണ്. ഈ ഫ്രീ സെക്സ് എന്ന് പറയുന്ന സമൂഹങ്ങളുണ്ടല്ലോ, അവിടെയും വിശ്വസ്തതയില്ലെങ്കിൽ അന്നേരം തകർന്നു പോകും. അതായത് ഈ കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്നത് എല്ലാം പൊതുവൽക്കരിക്കുക, സ്വകാര്യവൽക്കരണം പാടില്ല. അങ്ങനെ ഭാര്യയെ പൊതുവൽക്കരിച്ച് വയ്ക്കുകയും, ഭാര്യയെ പൊതുവൽക്കരിച്ചാൽ അവൾ പട്ടണത്തിൽ വേശ്യയാകും. അപ്പോൾ സ്വകാര്യ സ്വത്ത് ഇല്ലെന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇല്ലെങ്കിലും പ്രശ്നമാണ്. എൻ്റെ ഒരു പുസ്തകമുണ്ട്, പ്രേമം മരണത്തെ പോലെ ശക്തം. അതിനകത്ത് EMS നമ്പൂതിരിപ്പാട് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം, EMS നമ്പൂതിരിപ്പാടിനോട് ഞാൻ ചോദിച്ച ചോദ്യം, ഈ കമ്മ്യൂണിസം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സോഷ്യലിസം പ്രായോഗത്തിൽ വരുമ്പോൾ കുടുംബം എങ്ങനെ ഇരിക്കും? അപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ചെറിയൊരു ലേഖനമാണ് അദ്ദേഹം തന്നത്. അന്ന് പറയാനേ പറ്റുള്ളൂ, ഇപ്പോൾ പറയാൻ പറ്റില്ലെന്നാണ്. സോഷ്യലിസം വന്നു കഴിയുമ്പോൾ കുടുംബം എങ്ങനെ ഇരിക്കുമെന്ന് അന്ന് ഞങ്ങൾക്ക് പറയാനേ പറ്റുള്ളൂ, ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇപ്പം എല്ലാം പൊതുവൽക്കരിക്കുകയാണ്. അപ്പോൾ ഭാര്യയും ഭർത്താവിനും പൊതുവൽക്കരിച്ചാൽ പിന്നെ സമുദായമില്ല, കുടുംബമില്ല, വിവാഹമില്ല. വിവാഹമോചനം മാത്രമല്ല, കൊലപാതകങ്ങളാണ് കൂടുതൽ നടക്കുക. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകും.
അപ്പോൾ ഈ ഈ പറഞ്ഞ വിശ്വസ്തത അതാണ് ഒന്നാമത്തെ കാര്യം. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, അങ്ങനെ പോയാൽ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒന്നാമത്തെ ഈ സ്നേഹഭാഷയിൽ സ്നേഹത്തിൻ്റെ പഞ്ചഭാഷയിൽ ഒന്നാമത്തത് വിശ്വസ്തത. അതിങ്ങനെ സ്ഥിരീകരിച്ചു കൊണ്ടേയിരിക്കണം, പ്രസാദാത്മ വാക്കുകളിലൂടെയും പ്രവൃത്തികളുടെയും ജീവിതത്തിലൂടെയും. അതാണ് ഒന്നാമത്തെ കാര്യം. 2, സേവനം അല്ലെങ്കിൽ ശുശ്രൂഷ, നല്ല പ്രവൃത്തികൾ. അത് കണ്ടറിഞ്ഞ് ചെയ്യാൻ മാത്രമല്ല, തുറന്ന് ചോദിക്കാനും സാധിക്കണം. തുറന്ന് ചോദിക്കാനും, ഇല്ലേ, എനിക്കൊരു ഗ്ലാസ് കാപ്പി വേണം, നീ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞിരിക്കാൻ പാടില്ല. എനിക്കൊരു ഗ്ലാസ് കാപ്പി വേണം, എനിക്ക് ഗ്ലാസ് വെള്ളം വേണം, നീ അത് ഞാൻ കയറി വരുമ്പോൾ നീ കണ്ടറിയേണ്ടതല്ലേ, ഞാൻ ക്ഷീണിച്ച്. ഈ കണ്ടറിയൽ തീർച്ചയായിട്ടും വേണം, പക്ഷെ അതിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. അപ്പോൾ പിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും ആർ യു ഷുവർ, ഉറപ്പാണോ, ഇല്ലയോ? ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത് നോ എന്നാണ്. നമുക്ക് ഒന്നുകൂടി പറയാൻ തോന്നണം. ബ്രിജേഷ് മിശ്ര വാജ്പേയിയെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം 40 കൊല്ലം പ്രതിപക്ഷത്തായിരുന്നല്ലോ. അപ്പോൾ പ്രധാനമന്ത്രി ആയിട്ടും അദ്ദേഹത്തിൻ്റെ വായിന്ന് ആദ്യം വരുന്ന വാക്ക് നോ എന്നാണ്. എത്ര നല്ല കാര്യം പറഞ്ഞാലും വാജ്പേയി പറയും നോ. അപ്പോൾ ബ്രിജേഷ് മിശ്ര ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ, നമ്മളിപ്പോൾ പ്രതിപക്ഷത്തല്ല ഭരണപക്ഷത്താണ്. അന്നാ യെസ്, കണ്ടോ? അപ്പം ഈ ശീലിച്ചതുണ്ട്, നമുക്ക് നോ എന്ന് പറഞ്ഞ് ശീലിച്ചവരാണ് നമ്മൾ. പക്ഷേ അവിടെ നിങ്ങൾ നോ എന്ന് പറഞ്ഞതാണല്ലോ, ആയിരിക്കാം, ഒന്നുകൂടി ചോദിക്കുക, നോ തന്നെയാണോ അതോ യെസ് വേണോ, ഒന്നുകൂടി ചോദിക്കുക. അപ്പോൾ ഈ സേവനം, ശുശ്രൂഷ കൊടുക്കലാണ്. ആ കൊടുക്കുന്നത്, ഇല്ലേ, കൊടുത്തുകൊണ്ടേയിരിക്കണം. അതേസമയം തന്നെ ഈ തുറവി ഉണ്ടാകും വേണം. 3, സമ്മാനങ്ങൾ കൊടുക്കുക. നമ്മുടെ നാട്ടിൽ അത്ര കണ്ട് ശീലമില്ലാത്ത കാര്യം, അതുകൊണ്ട് തന്നെ സ്നേഹം ശരിക്കും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. നിർബന്ധിച്ച് സാരിയും സ്വർണ്ണവും ഒക്കെ നമ്മൾ വാങ്ങിക്കും, അങ്ങനെയല്ല. അല്ലാതെ ഇപ്പോൾ അത് കുറച്ച് മാറി വരുന്നുണ്ട്, പുതിയ തലമുറ മാറി വരുന്നുണ്ട്. സമ്മാനങ്ങൾ, കൊച്ചു സമ്മാനങ്ങൾ, അല്ലേ, അവൾക്ക് താല്പര്യമുള്ള ബർത്ത്ഡേ വന്നു, വെഡിങ് ആനിവേഴ്സറി വന്നു, അതിൽ ഒരു ഷോപ്പിങ്ങിന് പോയി, ഇഷ്ടപ്പെട്ട സാരി, സ്വർണം, ഇതെല്ലാം പണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും ഇല്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിച്ചു കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ അതുപോലെ ഭർത്താവിന്, ഇല്ലേ, ഒരു വാച്ചോ ഒരു ഫോണോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ആവശ്യം, അത് അങ്ങോട്ട് കൊടുക്കൽ. അങ്ങനെ കൊടുക്കാൻ, പിന്നെ ഇടയ്ക്കൊരു യാത്ര പോകാൻ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ സമ്മാനങ്ങൾ വസ്തു തന്നെയല്ല, വേറെ ഒരുപാട് സംഗതിയുണ്ട്. അടുത്തതാണ് സ്പർശനം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ദൈവം, യേശു ഒരു വാക്ക് കൊണ്ട് രക്ഷിക്കുകയായിരുന്നെങ്കിൽ മനുഷ്യനാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്വർഗത്തിൽ നിന്നൊരു നിങ്ങളെല്ലാം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെയല്ല, ഒരു സ്പർശനത്തിലൂടെയാണ് ദൈവം രക്ഷിക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായത്. ദൈവത്തിനൊരു മാംസം, ശരീരം വേണമെന്ന് തീരുമാനിച്ചതുകൊണ്ടാണ് അവനെ സ്പർശിക്കണം. അത് അന്ന് 33 കൊല്ലം മാത്രം അവനെ സ്പർശിച്ചാൽ പോരാ, മറിച്ച് ലോകാവസാനം വരെ സ്പർശിക്കണം. അതിനാണ് കുർബാന സ്ഥാപിച്ചത്, മറ്റു കൂതാശകൾ സ്ഥാപിച്ചത്. അപ്പോൾ ദൈവത്തെ സ്പർശിക്കണം, ദൈവത്തെ നമ്മെ സ്പർശിക്കണം. ഈ സ്പർശനം സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മുടെ കുട്ടികൾക്ക് എന്താ വേണ്ടത്? നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ അവർ വാരി പുണരണം, എന്നിട്ട് തെരുതരാ ചുംബിക്കണം. അതല്ലേ കുട്ടികൾക്ക് ആവശ്യം. ഞാൻ പണ്ട് എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ്റെ 2-3 കുട്ടികൾ. അപ്പം താഴെയുള്ള കുട്ടികൾ വന്നു കഴിഞ്ഞപ്പോൾ മൂത്തോനെ നമ്മൾ ഇത്ര ഗവനിക്കാണ്ട് പോകുമല്ലോ. അപ്പം ഞാൻ താഴെ നിന്ന് എടുത്തപ്പോൾ മൂത്തോൻ കരഞ്ഞു. പേപ്പന് ഇപ്പം എന്നെ വേണ്ട അല്ലേ. അപ്പം അതിനുശേഷം ഞാൻ ഈ താഴെയുള്ളവർക്ക് ആ വേർതിരിവ് മനസ്സിലായി തുടങ്ങിയിട്ടില്ല. മൂത്തോനെ കെട്ടിപ്പിടിച്ചിട്ടേ താഴെ എടുക്കുള്ളായിരുന്നു. കാരണം ആ സ്പർശനം, നമ്മുടെ സ്പർശനം കുട്ടികൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ യൂറോപ്പിൽ വലിയ പ്രശ്നമാണ്, കുട്ടികളെ സ്പർശിച്ചാൽ അത് ഉടനെ തന്നെ കേസാകുക. അതുകൊണ്ട് ഇപ്പോൾ കുട്ടികളെ സ്പർശിക്കാൻ അനുവാദം ചോദിച്ച് മറ്റുള്ള സാന്നിധ്യത്തിലൊക്കെ ചെയ്യണം. അതിനകത്ത് ഈ തിന്മകൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ അത് ഇപ്പോൾ കുട്ടികളെ തൊടാൻ തന്നെ പേടിയാണ്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അതിനകത്ത് അബ്യൂസസ് ഉണ്ടായിരുന്നിരിക്കാം, അബ്യൂസുകൾ നിർത്തലാക്കുക തന്നെ വേണം. പക്ഷെ ഇപ്പോൾ പേടിയാണ്. പക്ഷേ ബേസിക് ആയിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നതും മുതിർന്നവർ ആഗ്രഹിക്കുന്നതും സ്പർശനമാണ്. അത് ശരിക്കും ഉണ്ടാകണത്. പിന്നെ 4, ഈ പഞ്ചഭാഷ, സ്നേഹത്തിൻ്റെ പഞ്ചഭാഷയിൽ 4 സമയം, ഗുണമേന്മയുള്ള സമയം. ഇപ്പം നമ്മൾ അപ്പൻ്റെ അമ്മയും കൂടെ, അപ്പനമ്മയ്ക്കും ആവശ്യമുള്ള സംഗതികൾ കൊടുത്താൽ പോരാ, കുറച്ച് നേരം ചെന്നിരിക്കണം, അവരുടെ കൂടെ ഇരിക്കണം. നമ്മൾ അവരുടെ കൂടെ ഇരിക്കുന്നത്, ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെ പരിമിതമായ സമയങ്ങളെ കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല, ഞാൻ പട്ടം കിട്ടി വന്നപ്പോഴേക്കും തന്നെ ഈ പുസ്തകങ്ങളുമായിട്ടും മറ്റും ഇങ്ങനെ ഒരു 30 വയസ്സിൽ 300 വയസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്തതാണ് എന്നെക്കുറിച്ച് പറഞ്ഞിരുന്നത്. പത്രമാത്രം 2 മണിക്കൂർ ഉറങ്ങുകയും ബാക്കിയുള്ള സമയമൊക്കെ ഇങ്ങനെ സഭയുടെ കാര്യങ്ങളുമായിട്ട് പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് അപ്പനമ്മേനെ കൂടെ ഇരിക്കാൻ അധികം കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ
അത് മാത്രമല്ലല്ലോ, എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പനെയും അമ്മയെയും ഭാര്യയും മക്കളെയും എല്ലാവരും ഉപേക്ഷിച്ച് കർത്താവിനെ പോയതാണ്. അപ്പം ഞാൻ എന്നെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, മറിച്ച് കുടുംബത്തിലെ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ അപ്പൻ്റെ അമ്മേനെയും കൂടി ഇരിക്കാൻ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സിനെ കൂടി ഇരിക്കാൻ മരുന്നും ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, നമ്മുടെ സമയം കൊടുക്കണം. ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സന്നിഹിതമായിരിക്കാൻ. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് എല്ലാ 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പം ഭർത്താവിൻ്റെ സ്വരം കേൾക്കണമെന്ന്? അയാൾ വേറെ പെണ്ണിൻ്റെ കൂടെ പോയിന്ന് പേടിച്ചിട്ടൊന്നുമല്ല. അവൻ്റെ സ്വരം കേൾക്കുന്നത് അവൾക്ക്, ഭാര്യയ്ക്ക്, അവൾക്കതൊരു വലിയ സാറ്റിസ്ഫാക്ഷനാണ്. ഭർത്താവിൻ്റെ സ്വരം കേൾക്കുന്നത് ഭാര്യയ്ക്ക് വലിയ സാറ്റിസ്ഫാക്ഷനാണ്. സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ വേണമെങ്കിൽ പറയാം. ലൈംഗിക സംതൃപ്തി കൂടിയാണ് ഭർത്താവിൻ്റെ സ്വരം ഭാര്യ കേൾക്കുന്നത്. അപ്പോൾ നിനക്ക് ഞാൻ വൈകിട്ട് വന്നപ്പോൾ കേട്ടാൽ പോരെ എന്നൊന്നും പറഞ്ഞ് ദേഷ്യപ്പെടാൻ പാടില്ല. അപ്പോൾ സന്നിഹിതമായിരിക്കുക, സമയം കൊടുക്കാന്ന് പറഞ്ഞാൽ ഇതടക്കമാണ്. ജോലി സ്ഥലത്തായിരിക്കുമ്പോഴും അപ്പോഴും 1 മിനിറ്റ് തന്നെ ഓർക്കുന്നു എന്ന് ഭർത്താവിന് ഭാര്യയെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ ഡെവലപ്മെൻ്റ് ഉണ്ടാകും, സ്നേഹത്തിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാകില്ല. ഈ കാര്യങ്ങൾ, ഇപ്പോൾ ഈ 5 കാര്യങ്ങളാണ് ഈ സ്നേഹത്തിൻ്റെ പഞ്ചഭാഷ, ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഭാഷ. എന്ന് വെച്ചാൽ സ്വന്തം പങ്കാളിയിലാണ് നമ്മളിപ്പോൾ ഈ വാലന്റൈൻസ് ഡേയുമായിട്ട് ബന്ധപ്പെട്ട് ദാമ്പത്യ പ്രണയത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ അത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണ്. സ്വന്തം പങ്കാളിയിലാണ്, അത് ഭാര്യയായാലും ഭർത്താവായാലും അവരുടെ സമയവും കഴിവും എല്ലാം നിക്ഷേപിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ബന്ധങ്ങളെ ആഴപ്പെടുത്തുക മാത്രമല്ല, അത് ശക്തിപ്പെടുത്തും. അപ്പോൾ എല്ലാം ഈ ഭാര്യയും ഭർത്താവും പരസ്പരമാണ് അവരുടെ കഴിവ്, സമയം, പണം എല്ലാം നിക്ഷേപിക്കേണ്ടത് സ്വന്തം പങ്കാളിയിലാണ്. ബന്ധങ്ങൾ ആഴപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ബന്ധങ്ങൾ ആഴപ്പെടുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിനനുസരിച്ച് അത് സ്ഥിരപ്പെടും. അതായത് മറ്റൊന്നിലേക്ക് ആകർഷിച്ചു പോകാൻ താല്പര്യമുണ്ടാകില്ല. അപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ അതെല്ലാം പങ്കാളിയുമായി പങ്കുവെക്കുകയും അങ്ങനെ പങ്കാളിയിൽ നിക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ ബന്ധം ബലപ്പെട്ടു, സ്ഥിരപ്പെട്ടു, ആഴപ്പെട്ടു. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകണം സ്നേഹത്തിൽ. ഇത് സംഭവിക്കണമെങ്കിൽ പരസ്പരം അറിയണം. പങ്കാളിയുടെ ആവശ്യമെന്ത്, പങ്കാളി വെറുക്കുന്നതെന്ത്, പങ്കാളിയുടെ ആവശ്യമെന്ത്, പങ്കാളി വെറുക്കുന്നതെന്ത്, ഇത് തിരിച്ചറിയണം. ഈ തിരിച്ചറിവിലൂടെയാണ് ബന്ധം വളർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു, ബന്ധം ആഴപ്പെടുന്നു, ബലപ്പെടുന്നു, സ്ഥിരപ്പെടുന്നു. അത് വളർന്നുകൊണ്ടിരിക്കണം. ഇത് വളർച്ചയുണ്ട്. ഈ കോൺക്രീറ്റ് ബലപ്പെടുന്ന പോലെ ബലപ്പെട്ട പോരാ, ഒരു വൃക്ഷം വളരുന്ന പോലെ കൂടിയാണ്. അപ്പോൾ ജൈവികമായിരിക്കണം, സ്നേഹം ജൈവികമായിരിക്കണം. അങ്ങനെ ജൈവികമായിരിക്കണമെങ്കിൽ പരസ്പരം അറിഞ്ഞുകൊണ്ടിരിക്കണം. 90-ാം വയസ്സിലും ഭർത്താവിനും ഭാര്യനും എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. 90-ാം വയസ്സിലും ഭാര്യയ്ക്ക് ഭർത്താവിന് എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. എത്ര കൊല്ലം ഒരുമിച്ച് ജീവിച്ചാലും പരസ്പരം പൂർണ്ണമായിട്ട് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകില്ല. എല്ലാ ദിവസവും പുതുതായിട്ട് എന്തെങ്കിലും പഠിക്കാനുണ്ടാകും. അങ്ങനെ പുതുതായി പഠിക്കുന്നതിലൂടെ സ്നേഹം പുതുക്കിക്കൊണ്ടിരിക്കാൻ പറ്റും. ഈ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സ്നേഹമാണ് സ്നേഹത്തെ നിലനിർത്തുകയും താങ്ങി നിർത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് ഇപ്പോൾ ഈ ഹാവ് എന്ന വാക്കിൻ്റെ, ഹാവ് എന്ന ഹീബ്രു വാക്കിൻ്റെ, കൊടുക്കുക എന്നർത്ഥമുള്ള വാക്കിൻ്റെ അതിൻ്റെ ഒരു വാക്കുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക. കൊടുക്കുക എന്നർത്ഥമുള്ള മറ്റൊരു ഹീബ്രു വാക്കാണ് നാഥാൻ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുമ്പം നാഥാൻ തന്നെയാണ്. ഇംഗ്ലീഷിൽ നിന്ന് എഴുതി നോക്കിയാൽ നാഥാൻ, NATAN, നാഥാൻ. ഇങ്ങോട്ട് വായിച്ചോക്കെ നാഥാൻ എന്ന വാക്ക് നമ്മൾ മത്താത്തിയസ് എന്ന വാക്കില്ലേ, മത്തായി, അതൊക്കെ വരുന്ന റൂട്ട് വാക്കാണ്. നാഥാൻ എന്ന വാക്ക് അങ്ങോട്ട് വായിച്ചാലും നാഥാൻ, ഇങ്ങോട്ട് വായിച്ചാലും നാഥാൻ. ഹീബ്രുവിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് കൊടുക്കുക എന്നാണ് വാക്കിനർത്ഥം. പക്ഷെ ആ കൊടുക്കുന്നതിൽ ഒരു മ്യൂച്വൽ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. നാഥാൻ അങ്ങോട്ട് കൊടുത്തു, നാഥാൻ ഇങ്ങോട്ട് കൊടുത്തു. NATAN, നാഥാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ മാത്രമല്ല, തിരിച്ചു കൊടുക്കലുമുണ്ട്. സ്നേഹത്തിൽ കൊടുക്കൽ മാത്രമല്ല, തിരിച്ചു കൊടുക്കലുമുണ്ട്. അതുകൊണ്ട് ആ വാക്കിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ വായിക്കാൻ പറ്റുന്നത്. ഇത് വാക്കുകളുടെ കളിയല്ല, ഹീബ്രു സങ്കല്പമാണ്. കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതും തിരിച്ചു കൊടുക്കുന്നതുമാണ്. അപ്പോൾ കൊടുക്കൽ വാങ്ങൽ, കൊടുക്കൽ തിരിച്ചു കൊടുക്കൽ, അതും സ്നേഹത്തിൽ ഉൾപ്പെടുന്നു. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കൊടുക്കൽ മാത്രമല്ല എന്ന്. നമ്മൾ ദൈവത്തിൻ്റെ കാര്യം നോക്കിയാൽ, ദൈവമാണ്. ദൈവത്തിന് എന്തെങ്കിലും അപൂർണതയുണ്ടോ? ഇല്ല. എന്നാലും അവൻ്റെ അടുത്ത് ചെല്ലണമെന്നും അവനെ ആരാധിക്കണമെന്നും അവനെ സ്നേഹിക്കണമെന്നും അവന് നന്ദി പറയണമെന്നും അവൻ ആഗ്രഹിക്കുന്നില്ലേ?
ഇല്ല, 10 പേരല്ലേ സുഖപ്പെട്ടത്? ഒരുത്തന് ഈ സമരക്കാരന് മാത്രമേ തിരിച്ചു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം തോന്നിയുള്ളൂ. ബാക്കി 9 പേരെവിടെ എന്ന് കർത്താവ് ചോദിച്ചു. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ പോലും തിരിച്ച് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് യഥാർത്ഥ സ്നേഹത്തിന്റെ സ്വഭാവമാണ്, അത് സ്വാർത്ഥതയല്ല. യഥാർത്ഥ സ്നേഹത്തിൽ കൊടുക്കലും മാത്രമല്ല തിരിച്ചു കൊടുക്കലുമുണ്ട്. അതിനാൽ ഈ നാഥാൻ എന്ന വാക്ക്, കൊടുക്കുക എന്ന വാക്കിൽ തിരിച്ചു കൊടുക്കുക എന്ന വാക്ക് കൂടി ഉൾച്ചേർത്തിട്ടാണ് ആ വാക്കുണ്ടാക്കിയിരിക്കുന്നത്. ആ വാക്കുണ്ടായത് അതായത് സ്നേഹമെന്ന സങ്കല്പത്തിൽ കൊടുക്കലും തിരിച്ചു കൊടുക്കലുമുണ്ട്. ഈ സ്നേഹം, അതായത് കൊടുക്കലും തിരിച്ചു കൊടുക്കലും വെറുതെ അങ്ങ് സംഭവിക്കില്ല. എന്താ കാരണം? ഈ പ്രവൃത്തി, നമ്മുടെ പ്രവൃത്തി, വാക്ക്, ചിന്ത, ഇതിലൂടെ സ്നേഹം ഈ വളർന്നുകൊണ്ടിരിക്കണം. മനുഷ്യനാകുന്ന പ്രക്രിയയിൽ ദൈവം തന്ന 3 ഫാക്കൽറ്റികളാണ് വിശേഷ ബുദ്ധി, സ്വാതന്ത്ര്യം, സ്നേഹം. അപ്പോൾ ബേസിക് ആയിട്ട് ഈ സിദ്ധി ഫാക്കൽറ്റി, സ്നേഹിക്കാനുള്ള ഫാക്കൽറ്റി ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ആ ഫാക്കൽറ്റി നമ്മൾ വിനിമയം ചെയ്ത് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ കുഴിച്ചിട്ട താലന്ത് പോലെയാവും. അത് വളരില്ല, മുരടിച്ചു പോകും. വികസിക്കില്ല, മുരടിച്ചു പോകും. അപ്പോൾ സ്നേഹിക്കാനുള്ള ബേസിക് കപ്പാസിറ്റി നമുക്കുണ്ട്. മനുഷ്യർക്ക് മാത്രമേ അതുള്ളൂ. അതുകൊണ്ടാണ് സ്വാതന്ത്ര്യമുള്ള ജീവി നമ്മളാന്ന് പറയണേ. ആന എത്രയും ആൾക്കാർ ചവിട്ടിക്കൊല്ലണേ? എന്തുകൊണ്ട് ആനയെ കോടതി ഹാജരാക്കി ശിക്ഷിക്കാത്തത്? ആനയ്ക്ക് സ്വാതന്ത്ര്യമില്ല. നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് നന്മ തിരഞ്ഞെടുക്കാനും തിന്മ വർജിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനെ സ്നേഹിക്കാനും കഴിയില്ല. പട്ടി എത്രയോ പേര്, തെരുവ് പട്ടികൾ എത്രയോ പേര് കടിച്ചു കൊല്ലുന്നു. അതിനെന്തേ കോടതി ഹാജരാക്കാത്ത, പോലീസ് അറസ്റ്റ് ചെയ്യാത്ത? അതിന് ഈ 3 ഫാക്കൽറ്റികളില്ല. അതായത് നന്മയും തിന്മയും തിരിച്ചറിയാൻ സ്വാതന്ത്ര്യമോ, അത് എക്സർസൈസ് ചെയ്യുന്ന സ്നേഹമോ, അത് തിരഞ്ഞെടുക്കാനുള്ള വിശേഷ ബുദ്ധിയോ അതിനില്ല. അപ്പോൾ ഈ 3 ഫാക്കൽറ്റിയുള്ള ഏറ്റവും ചെറിയ മൃഗമാണ്, ഏറ്റവും ചെറിയ ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ ഈ സിദ്ധി ദൈവം തന്നിട്ടുണ്ട് സ്നേഹിക്കാൻ. പക്ഷേ ആ താലന്ത്, സ്നേഹിക്കാനുള്ള താലന്ത് വികസിപ്പിച്ചു കൊണ്ടിരുന്നില്ലെങ്കിൽ, വിനിമയം ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് മുരടിച്ചു പോകും, വികസിക്കില്ല. ഇനി ഇവിടെ വേറെ പ്രശ്നം കൂടിയുണ്ട്. എന്താണ്? ഈ സ്നേഹം വെറുതെ അങ്ങ് സംഭവിക്കുന്നില്ല. ഈ സിദ്ധി വിനിമയം ചെയ്യണമെന്ന് പറഞ്ഞു. വിനിമയം ചെയ്യുന്നത് മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടാണ്. ഈ മറ്റൊരാളിൽ നമുക്ക് നിയന്ത്രണമുണ്ടോ? വേറൊരാളിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടോ? ഇല്ല. നമുക്ക് നമ്മുടെ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ സ്നേഹം ആരംഭിക്കേണ്ടത് നമ്മിലാണ്. സ്നേഹം ആരംഭിക്കേണ്ടത് നമ്മിലാണ്. മാതാപിതാക്കളുടെ കാര്യം നോക്കിയാൽ, മക്കൾ ജനിപ്പിക്കുന്നതിന് മുമ്പേ അവരെക്കുറിച്ച് ചിന്തിക്കുകയല്ലേ. മക്കൾ വേണമെന്ന് ചിന്തിക്കുന്നു. മക്കൾ വേണം, അത് എത്ര ഗ്യാപ്പിൽ വേണം. ചിലതെല്ലാം അപകടമായിട്ട് സംഭവിക്കുന്നുണ്ടെങ്കിലും മാതാപിതാക്കളാണ് ആദ്യം ചിന്തിക്കുന്നത്. മക്കളോട് സ്നേഹം ആരംഭിക്കുന്നത് മാതാപിതാക്കളിലല്ലേ, അല്ലാതെ മക്കളിലല്ലല്ലോ. അപ്പോൾ സ്നേഹം, ഏത് സ്നേഹമാണെങ്കിലും ആരംഭിക്കുന്നത് ദൈവത്തിൽ ആരംഭിച്ച സ്നേഹം നമ്മിൽ അത് വികസിച്ചു കൊണ്ടിരിക്കണം. ദൈവം സ്നേഹമാണ്. ആ ദൈവം നമുക്ക് സ്നേഹം തന്നു. അത് ഇനി നമ്മൾ ആദ്യം അത് വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മിലായിരിക്കണം. ഒറ്റ കാരണം കൊണ്ട് മറ്റൊരാളുടെ കാര്യത്തിൽ, മറ്റൊരാളുടെ മേൽ നമുക്ക് നിയന്ത്രണമില്ല. നമുക്ക് നമ്മുടെ കാര്യത്തിൽ നിയന്ത്രണമുള്ളൂ. അപ്പം നമ്മിൽ സ്നേഹം തുടങ്ങുമ്പോൾ അവിടെയാണ് സ്നേഹം വിനിമയം ചെയ്യപ്പെട്ട് വികസിക്കാനാണ്. ഈ നമ്മുടെ നാട്ടിലെ കവി പാടിയത്, രണ്ട് കണ്ണ് ഒരേ മട്ടിൽ എന്തിനു നൽകി ദൈവം, ബന്ധുവിനൊപ്പം വൈരിയെ കണ്ടിടുവാൻ. അത് നമ്മുടെ നാട്ടിലെ കവി. യഹൂദ റബ്ബിമാരുടെ പാട്ടെങ്ങനെയെന്ന് അറിയാമോ? 2 കണ്ണ് ഒരേ മട്ടിൽ എന്തിനു നൽകി ദൈവം, നിന്നെ കാണാനും പിന്നെ അപരനെ കാണാനും എന്നാണ്. 2 കണ്ണ് ഒരേ മട്ടിൽ എന്തിനു നൽകി ദൈവം, ബന്ധുവിനൊപ്പം വൈരിയെ കണ്ടിടുവാൻ. ബന്ധുവിനും ശത്രുക്കളും ഒരുപോലെ കാണാൻ വേണ്ടിയാണ് കണ്ണ് തന്നെന്നാണ് നമ്മുടെ കവി പാടിയത് കേരളത്തിൽ. എന്നാൽ യഹൂദ റബ്ബിമാരുടെ പാട്ട് എന്താണെന്ന് അറിയാമോ? 2 കണ്ണ് ഒരേ മട്ടിൽ എന്തിനു നൽകി ദൈവം, നിന്നെ കാണാൻ പിന്നെ നിന്റെ അപരനെ കാണാൻ. അതായത് നീ നിന്നെ കാണണം. നിന്നെ കാണുന്നത് എന്തിനാ? എവിടെയൊക്കെ നിനക്ക് മെച്ചപ്പെടാൻ കഴിയും, സ്വഭാവത്തില്, പെരുമാറ്റത്തില്, ചിന്തയില്, വാക്കില്, എവിടെയൊക്കെ നിനക്ക് മെച്ചപ്പെടാൻ കഴിയുമെന്ന് നീ കണ്ടുകൊണ്ടേയിരിക്കണം. അതുപോലെ അപരനെ കാണുമ്പോൾ ഗുണദോഷങ്ങൾ കാണും. ആ ഗുണദോഷങ്ങളിൽ ഗുണത്തെ പെരുപ്പിക്കാൻ നോക്കുക. ഇല്ലേ? ഗുണത്തെ പെരുപ്പിക്കാൻ നോക്കുക. ദോഷം പരമാവധി കാണാതിരിക്കാൻ നോക്കുക. ഇതൊരു ഒരു ചെയിൻ പ്രോസസ്സാണ്. നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ ദിവസവും വിനിമയം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ ഒരു മാന്ത്രികത നമ്മൾ അനുഭവിക്കും. സ്നേഹത്തിൻ്റെ മാന്ത്രികത അനുഭവിക്കും. ഈ ഗുണങ്ങളെ പോഷിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യ ചുവടുവെപ്പ് ഞാൻ ചെയ്യണം. അതായത് ഭർത്താവ് വിചാരിക്കുകയാണ് ആദ്യത്തെ ചുവടുവെപ്പ് അവൾ നടത്തട്ടെ എന്ന് ഭർത്താവ് വിചാരിച്ചാൽ ഈ സ്നേഹം സംഭവിക്കില്ല. അതുപോലെ ഭാര്യ വിചാരിക്കുകയാണ് ആദ്യത്തെ ചുവടുവെപ്പ് അയാൾ നടക്കട്ടെ എന്ന് വിചാരിച്ചാലും സംഭവിക്കില്ല. അപ്പോൾ എപ്പോഴും ഒരാൾ കൊടുക്കാനും മറ്റൊരാൾ കിട്ടാനും വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെ സംഭവിക്കരുത്. അതേ സമയം തന്നെ
മറ്റൊരാൾ തന്നില്ലെങ്കിൽ പോലും സ്നേഹിക്കുന്ന മടുപ്പ് തോന്നാനും പാടില്ല. ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ എന്ന് നിങ്ങൾ ചോദിക്കാം. അത് എളുപ്പമല്ല, പക്ഷെ അസാധ്യമല്ല. എത്രയോ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്നേഹം മടുത്തു പോകാത്ത എത്രയോ കോടി ജനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നമുക്ക് തീർത്തും അസാധ്യമായ സംഗതിയല്ല അത്. ഈ സ്നേഹം ഉറകെട്ട് പോയി എന്ന് പലപ്പോഴും തോന്നാം, സവിശേഷമായിട്ട് സ്ത്രീകൾക്ക്. അങ്ങനെ സ്നേഹം ഉറകെട്ട് പോയി, പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ ആളുകൾ എന്തുമാത്രം സ്നേഹമായിരുന്നു, റൊമാൻറ്റിക് ആയിരുന്നു, ഇപ്പം അതൊന്നും ഇല്ലാന്ന് തോന്നിയാൽ പുതുക്കാനുള്ള പുതുവഴികൾ തേടണം. പുതുക്കാനുള്ള പുതുവഴികൾ. അയാൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള സംഗതി സർപ്രൈസ് ആയിട്ട് കൊടുത്തു നോക്കി. അപ്പോൾ ഒരു പുതുക്കൽ നടക്കും. അതിനെയാണ് അഹവ എന്ന് പറയുന്നത്, കൊടുക്കുക. പുതുവഴികൾ കണ്ടെത്തി പുതുക്കി കൊടുക്കുക. പുതുവഴികൾ കണ്ടെത്തി പുതുക്കി കൊടുക്കുക. അപ്പോൾ സ്നേഹം ഉറകെട്ട് പോയി എന്ന് തോന്നില്ല, സ്നേഹം വരണ്ടു പോയി എന്ന് തോന്നില്ല. ഈ പുതുക്കൽ എല്ലാ നിമിഷം ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഒരാളുടെ കൂടെ എങ്ങനെയാണ്, ഇപ്പോൾ എൻ്റെ അപ്പനും അമ്മയും 67 കൊല്ലം ഒരുമിച്ച് ജീവിച്ചു. 67 കൊല്ലം. എങ്ങനെയാണ് ഒരാളുടെ കൂടെ 67 കൊല്ലം ജീവിക്കാൻ കഴിയുന്നത്? അത് സ്നേഹിച്ചുകൊണ്ട്. എല്ലാ ദിവസവും ആ സ്നേഹത്തിലൊരു പുതുക്കലുണ്ടായിരുന്നു. അത് പഠിപ്പിക്കാൻ പറ്റില്ല, അത് ഓരോരുത്തരും വഴി കണ്ടെത്തുകയാണ്. ആ പുതുക്കൽ സംഭവിക്കണം. എന്ന് വെച്ചാൽ സ്നേഹം എന്ന് വെച്ചാൽ കുറേ ഹോർമോണുകളും വികാരങ്ങളും മോഹങ്ങളും മാത്രമല്ല. അതെല്ലാം സ്നേഹത്തിൻ്റെ ഭാഗമാണ്. ഹോർമോണുകളുടെ വികാസം, വികാരങ്ങൾ, മോഹങ്ങൾ, ഇതൊക്കെ സ്നേഹത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഒതുങ്ങി പോകാൻ പാടില്ല. അതിലൊതുങ്ങിപ്പോയാൽ മാനുഷിക സ്നേഹം ഉണ്ടാകില്ല, മാനുഷിക തൃഷ്ണയേ ഉണ്ടാകൂ. ഈ വികാരങ്ങൾ, ഹോർമോണുകൾ, മോഹങ്ങൾ, അതിൽ മാത്രം സ്നേഹത്തെ ഒതുക്കിയാൽ, അതായത് ശരീരത്തിൻ്റെ മാത്രം കാര്യമായിട്ട് ഒതുക്കിയാൽ മാനുഷിക സ്നേഹം ഉണ്ടാകില്ല, മൃഗതൃഷ്ണയേ ഉണ്ടാകൂ. മൃഗതൃഷ്ണ. ഒരു പശുവിന് ഒരു കാള, ഇപ്പം അത് കുത്തിവെപ്പായതുകൊണ്ട് അതുപോലും ഇല്ല. ഒരു പശുവിന് ഇന്ന കാളയെ വേണ്ടു എന്നുള്ള തോന്നലില്ല. അവിടെ വിവാഹമോചനമൊന്നും ഇല്ല. കാരണം അതൊരു മൃഗതൃഷ്ണയാണ്, മാനുഷിക സ്നേഹമല്ല. മാനുഷിക സ്നേഹത്തിൽ മൃഗതൃഷ്ണയെ അതിലംഘിക്കുന്ന വിശേഷ ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, സ്നേഹം തന്നിട്ടുണ്ട്. ഇതൊന്നും മൃഗങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ മൃഗതൃഷ്ണയെ അതിശയിക്കുന്ന മൃഗങ്ങൾ അങ്ങനെയല്ലേ എന്ന് വിചാരിച്ചിട്ട് മനുഷ്യർക്ക് അത് പറ്റില്ല. ഇങ്ങനൊരു വികാരം വന്ന മൃഗങ്ങൾ എന്താ ചെയ്യണേ? അതുപോലെ മനുഷ്യനും ചെയ്തോ? എത്രയോ സിനിമകൾ അങ്ങനെ പറയുന്നു. അത് തെറ്റാണ്. കാരണം മനുഷ്യൻ മൃഗമല്ല. മൃഗത്തിന് ഈ 3 ഫാക്കൽറ്റികളില്ല. അപ്പം മൃഗത്തെയും മനുഷ്യനെയും ഒരേ തട്ടിൽ അളക്കാൻ പാടില്ല. പുരുഷന് സെക്സും സ്നേഹവും രണ്ടും രണ്ടായിരിക്കും. പക്ഷെ സ്ത്രീക്ക് അങ്ങനെയല്ല. സ്ത്രീക്ക് രണ്ടും ഒന്നാണ്. അതായത് സ്നേഹത്തോടു കൂടി അല്ലാതെ ഒരു സെക്സ് സ്ത്രീക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഞാൻ സാധാരണ സ്ത്രീകളുടെ കാര്യമാണ് പറയണത് കേട്ടോ. ഈ അപവാദങ്ങൾ, എല്ലാത്തിനും അപവാദങ്ങളുണ്ടാകാം, അതൊന്നല്ല ഞാൻ പറയുന്നത്. അതിനാൽ സ്നേഹിക്കാത്ത ഒരു പുരുഷനുമായിട്ട് ഒരു സ്ത്രീ കിടക്ക പങ്കിട്ടാൽ, സ്നേഹിക്കാത്ത പുരുഷൻ, അവൾക്കതൊരു എന്താ പറയുക, ഒരു വേശ്യ ജീവിക്കാൻ വേണ്ടി അവൾ ശരീരം വിൽക്കാനായിട്ട് ഒരു പുരുഷനെ കിടന്നു കൊടുക്കുന്നത് പോലെ ഉണ്ടാകൂ. അത്ര പോലും ഉണ്ടാകില്ല. കാരണം എന്താ? അവിടെ ആ വേശ്യയ്ക്ക് അയാൾ പണം കൊടുക്കും. ഇവിടെ ഓസിനാണ് ഒരാൾ വന്ന് കിടക്കണേ. അപ്പോൾ അവന് ഉള്ളുകൊണ്ട് ശപിച്ചിട്ടാണ് അവൾ കിടന്നു കൊടുക്കുക. കെട്ടിയോനായി എന്നൊറ്റ കാരണത്താൽ ഇപ്പം അതൊക്കെ നിയന്ത്രിക്കാനുള്ള നിയമങ്ങളൊക്കെ പലതും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, സ്നേഹിക്കാത്ത ഒരു പുരുഷനുമായി പകൽ മുഴുവൻ ചണ്ട കൂടുകയും വഴക്കടിക്കുകയും തെറി പറയുകയും ഒരു നന്മയും കാണാത്ത പുരുഷനുമായിട്ട് രാത്രി കിടക്ക് പങ്കിടണമെന്ന് പറഞ്ഞാൽ ആ സ്ത്രീക്ക് അയാൾ ഭർത്താവല്ല, സ്നേഹിക്കുന്ന പുരുഷനല്ലാത്തതുകൊണ്ട് ഭർത്താവല്ല. പിന്നെ കുട്ടികളുടെ അപ്പനായതുകൊണ്ട് അവൾ കിടന്നു കൊടുക്കുന്നു. പക്ഷേ ഒരു വേശ്യയുടെ മനസ്സ് പോലും അവൾക്കുണ്ടാകില്ല. കാരണം വേശ്യയ്ക്ക് പണമെങ്കിലും കിട്ടുന്നുള്ളൊരു സംതൃപ്തിയുണ്ട്. ഇവൾക്കതില്ല. ഓസിനാണ് ഇങ്ങോട്ട് അനുഭവിക്കുന്നത്. അപ്പോൾ അയാൾ ഉള്ളുകൊണ്ട് ശപിച്ചിട്ടേ ചെയ്യും. ചുരുക്കത്തിൽ ഹോർമോണുകളും വികാരം മോഹവും മാത്രമല്ല സ്നേഹം, പ്രണയം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ പ്രണയം ആകൂല. അപ്പോൾ ഇതൊരു വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ്. അതായത് ആത്മാവിൽ നിന്ന് ഉദിക്കുന്ന സ്നേഹം വരണം. ആത്മാവിൽ നിന്ന് ഉദിക്കണം പോരാ, മറ്റേ ആളുടെ ആത്മാവിനെ പ്രചോദിപ്പിക്കണം. അതായത് ഈ അഹവ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. കൊടുക്കുന്നത് ഒരു ചുംബനം അല്ല നമ്മൾ കൊടുക്കുന്നത്, ചുംബനത്തിലൂടെ ആത്മാവിനെയാണ് കൊടുക്കുന്നത്. അവൾ സ്വീകരിക്കുന്നതും ആത്മാവിനെയാണ്. അവളുടെ ആത്മാവാണ് ഉണരേണ്ടത്. അപ്പോഴാണ് ശരീരത്തിന് അത് ഗുണകരമായിട്ട് മാറും. ആത്മാവിനെ ഉണർത്താത്ത, ഉള്ളിനെ ഉണർത്താത്ത ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് വേശ്യാവൃത്തിയേക്കാളും മോശമായിട്ടുള്ള വെറുപ്പുളവാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടേ മാറും. ചുരുക്കത്തിൽ സ്നേഹത്തിന് ഈ പറഞ്ഞ ഗുണങ്ങളുണ്ടാകണം, ആത്മാവിനെ ഉണർത്തുന്നത്. ഞാൻ ഒന്നുകൂടി പറയാണ്, ആത്മാവിനെ, അതായത് ഭാര്യയുടെ ആത്മാവിനെ സ്പർശിക്കാത്ത ഭർത്താവ്
ആ ഭർത്താവിൻ്റെ ചുംബനമോ ആലിംഗനമോ അത് വെറുപ്പുളവാക്കുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അവൾക്ക് അനുഭവപ്പെടുക. ഇവിടെയും ഈ കൊടുക്കൽ പ്രധാനപ്പെട്ടതാണ്. അഹവ എന്താണ്? ആലിംഗനം ചെയ്യുന്നതോ അല്ലെങ്കിൽ ചുംബനം കൊടുക്കുമ്പോൾ ആത്മാവിനെ കൊടുക്കണം, ഉള്ളു കൊടുക്കണം. അപ്പോൾ ഇങ്ങോട്ടും ഉള്ളം കിട്ടും, ആത്മാവിന് കിട്ടും. ഈ ആത്മാവിനെ കൊടുക്കാതെ, ഉള്ളം കൊടുക്കാതെ ഒരു ബാഹ്യ പ്രവൃത്തി മാത്രമോ ബാഹ്യ വാക്കോ ആയാൽ അവിടെ ഈ കൊടുക്കലുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു കൊടുക്കലും തിരിച്ചു കിട്ടലും ഉണ്ടാകില്ല. ഇങ്ങനെ ആത്മാവും അല്ലെ ഉള്ളം കൊടുത്ത് ആത്മാവിനെ പ്രചോദിപ്പിക്കുന്ന സ്നേഹമായാൽ അപ്പോൾ അതിനെ ദൈവിക പ്രണയം, ദൈവസ്നേഹം, ദൈവത്തെ സ്നേഹിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ദൈവികമായ സ്നേഹം അതായിട്ട് മാറും. ദിവ്യമായ പ്രണയം. അതിന് ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന വാക്കെന്താണെന്ന് അറിയാമോ? അഹബത്ത് ഓലാം, നിത്യമായ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തെയാണെന്ന് പറയുന്നത്. പക്ഷേ ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഇങ്ങനെ സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ വിശുദ്ധ കുർബാന നോക്കുക. ഭർത്താവും ഭാര്യ ഒന്നാകുന്ന പോലെ ദൈവവും വിശ്വാസിയും ഒന്നാകുന്നു. ഒരു പ്രണയമുണ്ട് അവിടെ, ഒരു പ്രണയമുണ്ട്. അതുകൊണ്ടാണ് ഇത് എന്നെ എടുത്ത് വാങ്ങി ഭക്ഷിക്കുക, എന്നെ എടുത്ത് വാങ്ങി കുടിക്കുക. അങ്ങനെ കർത്താവ് പറയണേ, വാങ്ങി ഭക്ഷിക്കുക, നിങ്ങൾ എന്നെ കൺസ്യൂം ചെയ്യൂ. ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും പറയുന്ന ഭാഷയാണത്. ദൈവത്തിന് നമ്മുടെ ആത്മാവിനെ ഉണർത്താൻ നമ്മുടെ ശരീരവും മറ്റും ഒന്നാകാൻ ആഗ്രഹിക്കുന്നു. പ്രണയത്തിലാണ് ഈ രണ്ടും കൂടി നടക്കുക. ആത്മാവും ശരീരവും ഒന്നാകുന്ന പ്രണയത്തിൽ മാത്രമാണ്. ആ പ്രണയമാണ് വിശുദ്ധ കുർബാന. അപ്പോൾ അതിനെയാണ് വാസ്തവത്തിൽ അഹബത്തോലാം, നിത്യമായ സ്നേഹം എന്ന് പറയണേ. അതിന് മറ്റൊരു വാക്കുകൂടി ഉപയോഗിക്കാറുണ്ട്, അഹബ റംബ, സമൃദ്ധമായ സ്നേഹം. സമൃദ്ധമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ്. ജീവൻ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹത്തെയാണ് സമൃദ്ധമായ സ്നേഹം എന്ന് പറയുക. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാക്കാനാണ്. സമൃദ്ധമായ ജീവൻ കൊടുക്കുന്ന സ്നേഹമാണ് സമൃദ്ധമായ സ്നേഹം. അതാണ് ദിവ്യമായ സ്നേഹം, അതാണ് ദിവ്യമായ പ്രണയം. ജീവൻ പോലും പങ്കുവെച്ച് ഒന്നാകുന്ന പ്രണയം. അപ്പൊ ഈ വിശുദ്ധ കുർബാന, പെസഹാരഹസ്യം എന്ന വിശുദ്ധ കുർബാന, ഓരോ നിമിഷവും ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് കല്യാണം കഴിഞ്ഞവർ. അതുകൊണ്ടാണ് കല്യാണത്തെ കൂദാശ എന്ന് വിളിക്കണേ. ഞാൻ ഒന്നുകൂടി പറയട്ടെ. പെസഹാരഹസ്യമാണ് കൂദാശ. കൂദാശ എന്ന് വെച്ചാൽ പെസഹാരഹസ്യം. പെസഹാരഹസ്യം എന്ന് പറഞ്ഞാലോ മരണവും ഉയർപ്പും. ഭാര്യയും ഭർത്താവും അനുനിമിഷം മരിക്കുകയും ഉയർക്കുകയും ചെയ്യുന്ന, മരിക്കുകയും ഉയർക്കുകയും ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ളവർ കൊടുക്കുന്ന, സമൃദ്ധമായ ജീവൻ കൊടുക്കുന്ന ദിവ്യമായ പ്രണയമാണ് വിശുദ്ധ കുർബാന. ആ കുർബാന അനുനിമിഷം ജീവിക്കാൻ, കുടുംബത്തിൽ അനുനിമിഷം, പള്ളി പോന്ന 1 മണിക്കൂർ, അരമണിക്കൂറോ 1.5 മണിക്കൂറോ അല്ല, അനുനിമിഷം കുർബാനയിൽ ജീവിക്കാൻ, അതായത് മരിക്കുക ഉയർക്കുക, അങ്ങനെ സമൃദ്ധമായി ജീവൻ കൊടുക്കുന്ന സമൃദ്ധമായ സ്നേഹമാകുക. ഈ പെസഹാരഹസ്യത്തിൽ മരണവും ഉയർപ്പിലും അനുനിമിഷം മരിക്കാനും അനുനിമിഷം ഉയർക്കാനും ദൈവം വിളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ക്ഷണിച്ചിരിക്കുന്ന മഹാസംഭവമാണ് വിശുദ്ധ കുർബാന, കല്യാണം, വിവാഹം എന്ന കൂദാശ. അതുകൊണ്ടാണ് അതിന് കൂദാശ എന്ന് വിളിക്കുന്നത്. പെസഹാരഹസ്യം ആയതുകൊണ്ടാണ്, മരണവും ഉയർപ്പും ആയതുകൊണ്ടാണ്. അത് വൈദികര് ജീവിക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാളും ആഴപ്പെട്ട തരത്തിൽ അനുനിമിഷം കർത്താവിനടുത്ത് മരിച്ച് കർത്താവിന് ഉയർക്കുന്ന, അത് മാമോദീസയിൽ സംഭവിച്ചത് മരണം വരെ അനുനിമിഷം സംഭവിക്കാൻ മനോഹരമായ കൂദാശയാണ് ഈ വിവാഹം എന്ന കൂദാശ. നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നത് പ്രണയം നഷ്ടപ്പെട്ട ദാമ്പത്യ ബന്ധങ്ങളാണ്. മക്കളെ പ്രതി വിവാഹമോചനത്തിന് പോകുന്നില്ല എന്ന് മാത്രമാണ് നമ്മൾ കാണുന്നത്. പിന്നെ എല്ലാം സഹനമാണ്. സഹനം മാത്രം, സ്നേഹമില്ല. സ്നേഹമുണ്ടെങ്കിലോ സഹനം ഭാരമല്ല, സഹനം ദുഃഖമല്ല. സ്നേഹമുണ്ടെങ്കിൽ ഈ ദുഃഖമില്ല. എന്താണ് സ്ത്രീ ആഗ്രഹിക്കുന്നത്? നമുക്കൊക്കെ അറിയാം സ്ത്രീകൾ എന്താണ് ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് ഭർത്താവിൽ നിന്നാണ് തുല്യ ബഹുമാനം, തുല്യ സ്വാതന്ത്ര്യം, തുല്യ നീതി. അപ്പം ഈ ഒരു വാക്കുകൂടി പറയട്ടെ, സ്നേഹത്വമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു വാക്കുകൂടി പറയട്ടെ. എന്താണ്? ഈ ഹീബ്രുവിൽ സെദീഖ എന്നാണ്, സദീഖ്, നീതിമാൻ. ഈ ദിക്കായസ് യുവനെ എന്നാണ് ഗ്രീക്കിൽ, ദിക്കായസ് യുവനെ. പക്ഷേ ഈ 2 വാക്കുകൾക്കാണെങ്കിലും, സെദീഖ എന്നുള്ള ഹീബ്രു വാക്കിനാണെങ്കിലും ദിക്കായസ് യുവനെ എന്നുള്ള ഗ്രീക്ക് വാക്കിനാണെങ്കിലും 2 അർത്ഥമുണ്ട്. ധർമ്മം എന്ന അർത്ഥമുണ്ട്, നീതി എന്ന അർത്ഥമുണ്ട്. എന്താണ് ധർമ്മവും നീതിയും? ധർമ്മനീതി എന്നാണ് തർജ്ജമ ചെയ്യേണ്ടത്. ധർമ്മനീതി. എന്താണ് ധർമ്മവും എന്താണ് നീതിയും? കൊടുക്കേണ്ടത് കൊടുക്കുന്നതാണ് ധർമ്മം, കൊടുക്കുന്നതാണ് ധർമ്മം. കൊടുക്കുമ്പോൾ ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് അതാണ് നീതി. കൊടുക്കുമ്പോൾ ഏത് തോത് അനുസരിച്ചാണ് കൊടുക്കേണ്ടത് അതാണ് നീതി. അപ്പൊ രണ്ടിനും കൂടി ഒറ്റ വാക്കേ ഉള്ളൂ, ഹീബ്രുവിലാണെങ്കിലും ഗ്രീക്കിലാണെങ്കിലും. ദിക്കായസ്യുവിനെ ഗ്രീക്കില്, സെദഖ എന്ന ഹീബ്രുവില്. ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം.
അപ്പം മക്കൾക്ക് കൊടുക്കേണ്ട സംഗതി, മക്കൾക്ക് കൊടുക്കേണ്ട പ്രോപ്പർട്ടി എന്ന് കരുതുക. മക്കൾക്ക് കൊടുക്കേണ്ട പ്രോപ്പർട്ടി മക്കൾക്ക് കൊടുക്കുന്നില്ലെങ്കിൽ ആ മാതാപിതാക്കൾ അധർമ്മം ചെയ്യുന്നു. മക്കൾക്ക് കൊടുക്കേണ്ട വസ്തു അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും അത് കൊടുക്കുന്നില്ലെങ്കിൽ അത് അധർമ്മമാണ്. കൊടുക്കുന്നത് ഇപ്പൊ 2 മക്കളാണെന്ന് കരുതുക. 2 മക്കൾക്കും തുല്യമായിട്ട് കൊടുക്കേണ്ട സന്ദർഭം ഉണ്ടാകാം. അങ്ങനെ ആകണമെന്നില്ല. ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ടുള്ള ഉദാഹരണം പറയാം. മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഉദാഹരണമാണ്. അപ്ലൈ ചെയ്യുമ്പോൾ അതിന് വ്യത്യാസങ്ങൾ വരും. 10 കിലോ അരിയാണ് അപ്പൻ്റെ അമ്മേൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. 2 മക്കൾക്ക് കൊടുക്കണം. 2 മക്കൾക്കും കൊടുത്തില്ലെങ്കിൽ, ഈ മക്കൾക്ക് കൊടുക്കാനുള്ള അരിയാണ് അപ്പൻ്റെ അമ്മേൻ്റെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ, 10 കിലോ അരി ഇരിക്കുന്നെങ്കിൽ അത് കൊടുക്കുന്നില്ലെന്ന് കരുതുക. മക്കൾക്ക് അർഹതപ്പെട്ട അരിയാണ് അപ്പൻ്റെ അമ്മേൻ്റെ കയ്യിൽ ഇരിക്കുന്നത്, കൊടുക്കുന്നില്ലെങ്കിൽ അത് അധർമ്മമായി. അപ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ലെങ്കിൽ അധർമ്മം, കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ ധർമ്മം. തീർന്നില്ല. എങ്ങനെ കൊടുക്കണം? 2 മക്കൾക്കും തുല്യമായിട്ട് കൊടുക്കണോ, അതോ ഒരാൾക്ക് 6ഉം മറ്റൊരാൾക്ക് 4ഉം കൊടുക്കണോ? 5 കിലോ വെച്ച് കൊടുക്കണോ? ഒരാൾക്ക് 6ഉം മറ്റൊരാൾക്ക് 4ഉം കൊടുക്കണോ? ഒരാൾക്ക് 7ഉം മറ്റൊരാൾക്ക് 3ഉം കൊടുക്കണോ? ഇത് നിശ്ചയിക്കുന്നതാണ് നീതി. അത് നിശ്ചയിക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ പരിഗണിക്കണം. ഒരാൾ അപ്പനമ്മയും നോക്കുന്ന ആളാണ്, മറ്റാൾ തിരിഞ്ഞു നോക്കാത്ത ആളാണ്. അപ്പം മക്കളാണെന്ന് ഒറ്റ കാരണം കൊണ്ട് 5 കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. നമ്മൾ ഈ കൂടെ നിൽക്കുന്നവരുടെ പുണ്യം തിരിച്ചറിയാതെ വല്ലപ്പോഴും വന്നു പോകുന്നവരുടെ പുണ്യം പറയുന്നവരാണ് വളരെയധികം പേര്. അവിടെ നീതി ഉണ്ടാകില്ല. അപ്പോൾ ഓരോരുത്തർക്കും എങ്ങനെ കൊടുക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് കൊടുക്കാതെ, അതായത് നീതിയില്ലാത്ത സ്നേഹം വ്യാജമാണ്. ഇത് കേരള സമുദായം, പ്രത്യേകിച്ച് കത്തോലിക്കർ വളരെയധികം മനസ്സിലാക്കണം. എല്ലാവരും നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണ്? ക്ഷമിക്കുക പൊറുക്കുക എന്നുള്ളത് ഇല്ലേ? അതിനൊരു നീതി ഉണ്ടാകണം. യേശുവും യൂദാസും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞത് 5 അപ്പം കൊണ്ട് 5000 പേർ തീറ്റിപ്പോയതിനു ശേഷമുള്ള പ്രസംഗത്തിന്റെ അവസാനത്തിലാണ്. ജീവന്റെ അപ്പത്തിനെ കുറിച്ചുള്ള പ്രഭാഷണത്തിന്റെ അവസാനത്തിലാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാമത്തെ അധ്യായം 70-71 വാക്യങ്ങൾ. നിങ്ങൾ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലേ, നിങ്ങൾ ഒരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് യൂദാസിനെ കുറിച്ചാണ്. അപ്പൊ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം ഉൾക്കൊള്ളാൻ, കുർബാനയെക്കുറിച്ചുള്ള പ്രസംഗം ഉൾക്കൊള്ളാൻ പറ്റാത്തവരെല്ലാം ഈ യൂദാസ് പോലെയാണ്. യൂദാസ് യേശുവിന് ഒറ്റക്കൊടുക്കുന്നവരെ പോലെയാണ്. അന്നാണ് യൂദാസും യേശു ക്രിസ്തുവിൽ തെറ്റിപ്പിരിഞ്ഞത്. പക്ഷേ യൂദാസിനോട് അവന്റെ കാല് പിടിച്ച് നീ ഒറ്റിക്കൊടുക്കരുത് എന്ന് യേശു പറയുന്നതോ 2 കൊല്ലം കഴിഞ്ഞിട്ട്. അതെപ്പോഴാണ്? ഈ കുർബാന സ്ഥാപിക്കുന്ന ടേബിളിൽ വെച്ചിട്ട്. 2 കൊല്ലം മുമ്പ് കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ച കർത്താവ് 2 കൊല്ലം കഴിഞ്ഞ് കുർബാന സ്ഥാപിക്കുമ്പോഴാണ്, അതിന് തൊട്ട് മുമ്പാണ് യൂദാസിന്റെ കാല് പിടിക്കുന്നത്. അപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പൊറുതി അല്ലെങ്കിൽ ക്ഷമിക്കലും പൊറുക്കലും വന്നത്. എന്ന് വെച്ചാൽ അവനും അനുദപിക്കാനുള്ള, പശ്ചാത്തപിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ കർത്താവ് സൃഷ്ടിക്കുന്നുണ്ട്. ബൈബിളിൽ കാണാം. നിങ്ങൾക്ക് ഈ വ്യാഖ്യാന ബൈബിൾ എന്ന് പറഞ്ഞ ആ സീരീസിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഞാൻ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. യേശു എത്ര പ്രാവശ്യം എങ്ങനെയൊക്കെ പശ്ചാത്തപിക്കാൻ യൂദാസിന് അവസരം കൊടുത്തുവെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത്, യേശു എല്ലാം ക്ഷമിക്കലും പൊറുക്കലായിരുന്നില്ല. അങ്ങനെയല്ല. പൗലോസ് അങ്ങനെയല്ല പറയണേ. സഭയിൽ നിന്ന് പുറത്താക്കാൻ പറയുന്നുണ്ട്, യേശു ക്രിസ്തു പറയുന്നുണ്ട്. അപ്പൊ ക്ഷമിക്കലും പൊറുക്കലും മാത്രമല്ല ഈ ക്രിസ്തുമതം, മറിച്ച് നീതിയും സ്നേഹവും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നീതിയുണ്ട്, നീതി വേണം. അപ്പൊ നീതിയില്ലാത്ത സ്നേഹമല്ല, അത് വ്യാജമാണ്, സത്യമല്ല. അപ്പൊ നീതി, നമ്മൾ പറഞ്ഞല്ലോ, ധർമ്മം, നീതി, ഇതിനോട് ചേർന്നാണ് സ്നേഹവും കൂടി പോകേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ പ്രസംഗം അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഹീബ്രു ഗ്രീക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളതൊരു 3-4 പ്രാവശ്യമെങ്കിലും കേൾക്കുകയും എന്നിട്ട് ഇത് മറ്റുള്ളവർ പങ്കുവെക്കുകയും നിങ്ങളുടെ കമ്മ്യൂണിറ്റികളിൽ ചർച്ച ചെയ്യുകയും സംശയങ്ങളുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് വരികയും ചെയ്യാം. ഇങ്ങനെ ഈ പ്രണയം, അതായത് നമ്മുടെ മക്കള് യഥാർത്ഥ പ്രണയത്തിലേക്ക് നയിക്കണം. അവർ കല്യാണം കഴിക്കാനും മക്കളുണ്ടാകാനും ഈ ഗവൺമെൻറ് പറയുന്നത് അത് വേണ്ടതാണ്, ജീവിതം വേണ്ടതാണ്. മറിച്ചെന്താ? വിദ്യാഭ്യാസം ജോലി. അവിടെ പ്രണയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ഗവൺമെൻറ് പറയില്ല. ഗവൺമെൻറ് താല്പര്യമില്ല. കാരണം 5 കൊല്ലത്തെ കാര്യം അവർക്ക് നോക്കണ്ടു. നമുക്കങ്ങനെയാണോ? കത്തോലിക്ക സഭയ്ക്കോ നമുക്കോ അങ്ങനെ പറ്റുമോ? 5 കൊല്ലത്തെ കാര്യമല്ലല്ലോ. നമുക്ക് വേണ്ടത് ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന കാര്യമാണ്. അപ്പോൾ സർക്കാർ പറയുന്നത് മാത്രം കേൾക്കാതെ സഭ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, സർക്കാർ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. സഭ പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന ഒരു തുറന്ന ഹൃദയത്തോടെ ഇത് കേൾക്കാനും അത് പരമാവധി, ഞാൻ പറഞ്ഞല്ലോ, എണ്ണവും ഗുണവും ഉണ്ടാകുന്ന തരത്തിൽ
കുടുംബമാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. അത് തകർന്നാൽ പിന്നെ യാതൊന്നുമില്ല. അതിനാൽ കുറേ കൂടി വിശാലമായിട്ട് സഭയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ നമ്മുടെ സഭയെക്കുറിച്ച് കൂടി ചിന്തിക്കുന്ന, സമുദായത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ഗുണമേന്മയുള്ള ധാരാളം എണ്ണമുള്ള ഒരു സമുദായമായി നമ്മൾ മാറട്ടെ. ആ ഗുണത്തിനും എണ്ണത്തിനും ഈ അഗാപ്പ എന്ന് പറയുന്ന സ്നേഹം ഒരു വലിയ സംഭാവന നമുക്ക് നൽകട്ടെ, നമ്മുടെ കാഴ്ചപ്പാടിന് സംഭാവന നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.